നാഗഭൂഷിത പദങ്ങളും ചടുല താളമോടും തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം ഹരിണ ചർമ്മവും ഫണിഗണങ്ങളും നാഗഭൂഷിത പദങ്ങളും ചടുല താളമോടും തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം ഹരിണ ചർമ്മവും ഫണിഗണങ്ങളും വാസുകി പരിനിശോഭിനോ വിമലവക്ഷസോഭവഭയാപഹം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. ഓം നമഃ ശിവായ. പ്രിയ ഭക്തജനങ്ങൾക്ക് കാരന്തൂർ ചന്ദ്രചൂഢ നടനവേദിയുടെ ഹൃദയംഗമമായ സ്വാഗതം. ഞങ്ങൾ ആരംഭിക്കുന്നു വിനീത വിധേയൻ. സാധാരണക്കാരന്റെ നിസ്സഹായതയെ അവന്റെ ഗതികേടിനെ മുതലെടുത്ത് അവനെ കടക്കണിയിൽപ്പെടുത്തി തീരാക്കടങ്ങളുടെ നിലയില്ലാ കയങ്ങളിലേക്ക് തള്ളിവിടുന്ന ബ്ലേഡ് മാഫിയ. മുതലിന്റെ എത്രയോ ഇരട്ടി പലിശയായി തിരിച്ചു വാങ്ങിയാലും ആർത്തി തീരാതെ കഴുകനെപ്പോലെ തന്റെ ഇരയെ കൊത്തിവലിക്കുന്ന കൊള്ളപ്പലിശക്കാർ. അത്തരം ജനശത്രുക്കൾക്കെതിരെ പടനയിച്ച് എങ്ങും എത്താതെ പോയവർ, കടത്തിന്റെ പേരിൽ നിരന്തരം വേട്ടയാടപ്പെട്ടവർ, ഗതികേടുകൊണ്ട് സ്വയം ജീവൻ വെടിഞ്ഞവർ, അവർക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു വിനീത വിധേയൻ. ഇല്ലാടാ, ഒരു മാസത്തെ പലിശ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതങ്ങോട്ട് വാങ്ങ്. കുഞ്ഞമ്പേട്ട, 4 മാസത്തെ പലിശ ബാക്കിയുണ്ട്. 2-3 മാസമായി നിങ്ങളെ കൊണ്ട് കണ്ടിട്ട്. പലിശ കാര്യത്തിൽ രാരുക്കുട്ടി മുതലാളി കണിശക്കാരനാ. ഞാൻ എന്താക്കാനാ, എന്നെ കൊണ്ട് കൂട്ടിയാ കൂടുന്നില്ല. ഇപ്പോഴാണ് പയമാതിരി പണിയുമില്ല. ഒക്കെ കോവിഡ് പറ്റിച്ചതാണ്. അല്ലെങ്കിൽ ഇങ്ങൊക്കെ പണി ഞാൻ നേരണ്ടേനു. ആ കോവിഡ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമേ കോവിഡ് ഉള്ളേന്ന്. ഇക്കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ പറഞ്ഞില്ലേ, പലിശ കൃത്യമായിട്ട് തരണം, ഇല്ലെങ്കിൽ അതിനുള്ള പണി മൂപ്പരെടുക്കും. ഞാനും 2 മാസത്തെ പലിശയും കൊണ്ടുവന്നിട്ടുള്ളൂ. ഇത് വാങ്ങണം. ഇപ്പറഞ്ഞതൊക്കെ കേട്ടിട്ട് എനിക്ക് തിരിഞ്ഞില്ലേ? നിങ്ങളോടൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ മുതൽ വൈകാലും പലിശ മാസാമാസം കൃത്യമായിട്ട് എത്തിക്കണമെന്ന്. അതൊക്കെ എന്നെ കണ്ടു പഠിക്കി. മുണ്ട് മുറുക്കി കൊടുത്തിട്ടായാലും പലിശക്കാര്യത്തിലെ ഒരു വിട്ടുവീഴ്ചയില്ല. ഇതങ്ങോട്ട് വാങ്ങി. സുര മോനെ, ഈ വല്ലാതെ മാറടിക്കണ്ട. തുടക്കത്തിലൊരു 6 മാസം ഈ നല്ലോണം ഉഴപ്പിന്. പിന്നെ രാരുക്കുട്ടി മുതലാളിന്റെ ഉളുപ്പില്ലാത്ത ചീത്ത കേട്ടിട്ടല്ലേ ഈ മര്യാദക്കാരനായത്. അത് പിന്നെ കൊറോണ പിടിച്ച് പുറത്തിറങ്ങാൻ പറ്റാഞ്ഞോണ്ടല്ലേ. ക്വാറന്റീനോ ഗ്യാരണ്ടീന്നോ ഒക്കെ പറഞ്ഞ് പുറത്തിറങ്ങാൻ സമ്മതിക്കാഞ്ഞിട്ടല്ലേ. വലിയാടാ, പണിയൊന്നും മുമ്പത്തെ പോലല്ല. കിട്ടുന്ന കൂലിയോണ്ട് പലിശ മാത്രം അടച്ചാല് കുറേ കരിയൊന്നും വാങ്ങണ്ടേ. എനിക്കൊന്നും കേക്കണ്ട. പലിശ അടച്ചു തീർത്ത് ആധാരം തിരിച്ചു വാങ്ങിയാല് ഇങ്ങൊക്കെ നന്ന്. അല്ലെങ്കിൽ അത് കാലാകാലം രാരുക്കുട്ടി മുതലാളിന്റെ പത്തായത്തിൽ കിടന്ന് പൊടി പിടിക്കും. കണ്ണ് ചോരല്ലാത്തോല അന്റെ രാരുക്കുട്ടി മുതലാളി. അയ്യോ, എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യൂല. പലിശ പലിശ എന്നും പറഞ്ഞ് നാമം ജപിക്കില്ലേ. അതാണ് ഞാനും പറഞ്ഞത്. 2 മാസത്തെ പലിശ തന്നില്ല വെച്ച് ഞങ്ങളാരും നാട് വിട്ടൊന്നും പോകണമെന്നില്ല. ഞാൻ പറഞ്ഞോക്ക് മനസ്സിലായില്ലേ? ഇനി ഇന്നോടൊന്നും പറയണ്ട. പറയണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തന്നിക്കുന്നു. പറയണ്ടെന്ന് ഞാൻ എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെയും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യമില്ല, നീയല്ലല്ലോ തീരുമാനിക്കേണ്ടത്. തന്ന പൈസ തന്നില്ല എന്ന് പറയാ. അത് ഏത്ത കണക്കാ. നിങ്ങളെല്ലാവരും പോയിക്കോളി. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അതേ ഉള്ളൂ. വേറെ ഒരു കാര്യം പറയാനില്ല. ഇതിനോട് തീരുമാനം ഉണ്ടാക്കിയത് ഞങ്ങൾ പോകുള്ളൂ. ഇത് നല്ല കഥ അല്ല. പൈസ വാങ്ങുന്നിറങ്ങുന്നത് ഓർമ്മയില്ലായിരുന്നു. ഇതൊക്കെ തുപ്പല് കൂട്ടി എണ്ണി വാങ്ങുന്ന യാതൊരു ഓർമ്മയില്ലാതെ വാങ്ങിക്കൊണ്ടായത്. തുപ്പല് കൂട്ടി എണ്ണി നരിച്ചിട്ട് പലിശ മാസം കൃത്യമായിട്ട് തരുന്നില്ലേ? 1-2 മാസം തെറ്റി പോയിട്ട് അടുത്ത മാസം പിന്നെ തരുന്നുണ്ട്. അത് ശരിയാവില്ല. തച്ചമ്പാറ അംശം നെല്ലാങ്കണ്ടി ദേശത്ത് തറോക്കണ്ടി ആലിക്കോയ മകൻ അബൂബക്കർ എന്ന വ്യവഹാരക്കാരനെതിരായുള്ള കീഴ്ക്കോടതി വിധി ശരിവെച്ചുകൊണ്ട് ടിയാനെ പാപ്പരായി ഈ കോടതി പ്രഖ്യാപിക്കുന്നു. ടിയാന്റെ 5 സെന്റ് പുരയിടവും ഓലമേഞ്ഞ കുടിലും ഒഴികെയുള്ള സകല സ്വത്തുക്കളും
എതിർകക്ഷിയായിട്ടുള്ള തെങ്ങോലപ്പറമ്പിൽ രാരിക്കുട്ടിയുടെ കടബാധ്യത തീർക്കാനായി ഈ മാസം, അതായത് 2026 ഏപ്രിൽ 6-ാം തീയതിക്ക് മുൻപ് അംശാധിഷ്ഠിത വിഹിതം വാങ്ങി റിസീവർ നിശ്ചയിക്കുംപടി ഒഴിഞ്ഞു പോവേണ്ടതും ഇക്കണ്ട സ്വത്തുക്കൾ ഹർജിക്കാരനായ തെങ്ങോലപ്പറമ്പിൽ രാരിക്കുട്ടിക്ക് പൂർണ്ണമായ ക്രയവിക്രയ അധികാരത്തോടെ കൈവശം വന്നു ചേരുന്നതുമാകുന്നു. എന്റെ പടച്ചോനെ, ഞമ്മളെല്ലാം പോയി. രാരിക്കുട്ടിയെ ഈ ഒരു കാലത്തും ഗതി പിടിക്കൂല, പണ്ടാരടങ്ങിപ്പോവും. കഥാപാത്രങ്ങളും വേഷമിടുന്നവരും: രാരിക്കുട്ടി ജിൽജിൽ ഗോവിന്ദ്, ബലിയാടൻ സതീശൻ KT, നിധീഷ് പ്രദീപ് ഗുരുക്കൾ, സുശീലൻ മാസ്റ്റർ ദിനേശ് കാരന്തു, ശങ്കരൻ നായർ സുരേഷ് ചോറ്റാനിക്കര, ലാസർ അനിരുദ്ധൻ മനത്താനത്ത്, തിരുമുൽപ്പാട് വേലായുധൻ മാമ്പ്ര, മൊല്ലാക്ക സുനിൽ വടേരി, വിശ്വൻ വിശ്വനാഥൻ കൈലാസ്, സുരൻ വിഭീഷ് തച്ചോറക്കൽ, കുഞ്ഞമ്പു സുധാകരൻ KC, ചിന്നു നിഷ മോഹൻ, കല്യാണി പ്രീന സതീഷ് കുമാർ, ധനലക്ഷ്മി ശ്രേയ സത്യരാജ്, ഡെയ്സി ആൻഡ് ശ്രീലക്ഷ്മി, പ്രിയ പ്രശോഭ്. അണിയറയിൽ ശബ്ദ സാന്നിധ്യം: സോപാനം ബാബുരാജ്, ഗംഗാധരൻ ആയടത്തിൽ, സത്യരാജ്, പുഷ്പ മണാശ്ശേരി, ദീപാഞ്ജന മോഹൻ, ലീന സത്യരാജ്, ശ്രേയ സത്യരാജ്. രംഗപടം: വിശ്വനാഥൻ കൈലാസ്, ദീപവിധാനം MPP രാജ്, ചമയം സോപാനം ബാബുരാജ്, രംഗോപകരണങ്ങൾ സുനിൽ വടേരി, ശബ്ദലേഖനം സംഗീതം പരസ്യകല രാജീവ് കൗതുകം, ജെറുസലേം ഓഡിയോസ്. നാടകരചന MK രവിവർമ്മ, അവതരണം ചന്ദ്രചൂഡ നടനവേദി, രംഗപാഠം സാക്ഷാത്കാരം വിജയൻ കാരന്ത്. ഞങ്ങൾക്ക് ഈ നാടകം ഇവിടെ അവതരിപ്പിക്കാൻ അവസരമൊരുക്കി തന്ന ഹരഹര മഹാദേവ ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റിക്ക് ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ ശ്രദ്ധാപൂർണമായ വീക്ഷണവും നിറഞ്ഞ മനസ്സിന്റെ അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു വിനീത വിധേയൻ. പറഞ്ഞോളൂ. അതെ, വിനീത വിധേയൻ രാരിക്കുട്ടിയാണ്. അയ്യയ്യേ, കഷ്ടേ കഷ്ടം. അഭ്യർത്ഥിക്കരുത്, ആജ്ഞാപിച്ചോളൂ. ചെയ്യാൻ കഴിയുന്നത് എന്തും ആർക്കും രാരിക്കുട്ടി ചെയ്യും. അരുത്, അങ്ങനെ പറയരുത്. ഒക്കെ അവിടുത്തെ മായാവിലാസം. രാരിക്കുട്ടി ഒരു നിമിത്തം മാത്രം. ഓ, അങ്ങനെ ആയിക്കോട്ടെ. ഭഗവാനെ, എന്താ ചെയ്യാ? എല്ലാവരുടെയും വിചാരം രാരിക്കുട്ടി എന്തോ വലിയ ഒരാളാണെന്നാ. കഷ്ടേ കഷ്ടം. ബലിയാടാ. എന്തോ? അവര് വരും, രാഷ്ട്രീയക്കാര്. അവർക്കൊരു ഓഫീസിന് സ്ഥലം വേണമെന്ന്. എന്നിട്ട് കൊടുത്തോ? എന്തിനാടോ ഇക്കണ്ട സ്ഥലവും ഭൂമിയും? സേവിക്കുക, കഴിയുന്നത്ര മനുഷ്യനെ സേവിക്കുക. ജീവിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ മനുഷ്യന് ചെയ്യുക. ഭഗവാനെ, ഭക്തവത്സല. അവര് വന്നാൽ എന്താ പറയേണ്ടത്? ആ തെക്കേ മൂല പറമ്പ് അവർക്ക് വേണ്ടത്. അബൂബക്കറുടെ കുടിൽ നിന്ന സ്ഥലം. പാപ്പരായി കോടതി പ്രഖ്യാപിച്ചിട്ടും ആ സ്ഥലം ചുളിവില് വാങ്ങി. വിധിവിഹിതം അലംഘനീയെന്ന് കേട്ടിട്ടില്ലേ? അത് അവന്റെ വിധി. ശാപം പിടിച്ച ആ സ്ഥലം രാരിക്കുട്ടിക്ക് വേണ്ട, പാർട്ടിക്കാർക്ക് കൊടുത്തോളൂ. അല്ല, വില പറയണ്ടേ? ഏയ്, അങ്ങനെ ഒന്നും ഈ രാരിക്കുട്ടിയുടെ നാവിൽ നിന്ന് വരില്ല. അവര് തരുന്നത് വാങ്ങാം, നഷ്ടായാലും ലാഭായാലും. മുകളിലൊരാളില്ലേ, അയാള് വല്ല കണക്കും പറഞ്ഞിട്ടാണോ നമുക്കിതൊക്കെ തന്നത്? കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാജന.
മനസ്സിലായി. എന്ത് മനസ്സിലായി? അബൂബക്കറിന്റെ തെക്കേ മൂലയിൽ 5-10 സെന്റ് പാർട്ടി ഓഫീസിന് കൊടുത്താൽ അങ്ങോട്ട് അവർ റോഡ് വെട്ടും. അപ്പോ ബാക്കിയുള്ള സ്ഥലത്തിന് ഇരട്ടി വില കിട്ടും. ഭഗവാനെ, നിഷ്കാമ കർമ്മത്തിനും ദുർവ്യാഖ്യാനം. എടാ രാരിക്കുട്ടിയെ, ഈ ഒരു കാലത്തും ഗുണം പിടിക്കൂലടാ. അന്റെ കുടുംബം മുച്ചൂടും മുടിഞ്ഞു പോകടാ. പലിശ പിശാചേ, പടച്ചവൻ എന്നെ വെറുതെ വിടൂലടാ. ആരാ അത്? ആ അബൂബക്കറാ. പാപ്പരായി കോടതി പ്രഖ്യാപിച്ചപ്പോ പിരി ലൂസായി പോയി. കഷ്ടേ കഷ്ടം. മുതലും പലിശയും തന്നിട്ടും ആധാരം തിരിച്ചു കിട്ടാത്തതിന്റെ വിഷമാണ്. മനസമാധാനം നഷ്ടപ്പെട്ട ആർക്കും എന്തും വരും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. എടാ ബലിയാടാ, ഈ രാരിക്കുട്ടിന്റെ ആലയിൽ അറക്കാൻ കെട്ടിയ പോത്തല്ലേ. പലിശ പിരിക്കുന്ന പാപത്തിന്റെ കടം എത്ര ജന്മം കൊണ്ടാടാ പഹയാ ഈ വീട്ടുക. ജന്മം കൊണ്ടേ ഞാൻ കടപ്പെട്ട് കഴിയും. പലിശ കടം കൊണ്ട് ജന്മം നൽകപ്പെട്ടവനല്ലേ ഞാൻ. അല്ല, പിടിച്ച് പുറത്താക്കട്ടെ. ഏയ്, അരുത്, ഒരിക്കലും അരുത്. പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുക. പറ്റുമെങ്കിൽ ചായയോ കാപ്പിയോ കൊടുക്കുക. പൊയ്ക്കോളൂ. പറഞ്ഞോളൂ. വിനീത വിധേയനാണ്. അയ്യോ, അങ്ങനെ ഒന്നും വലുതായി കാണരുത്. ഇത് പാവം രാരിക്കുട്ടിയാണ്. ഏയ്, കാറൊന്നും കൊടുത്തയക്കരുത്. രാരിക്കുട്ടി ബസ്സിന് വന്നോളാം. സാംസ്കാരിക സമ്മേളനമല്ലേ? എന്താ വിഷയം? മൂല്യ തകർച്ചയോ? ഭേഷ് ഭേഷ്, ആയിക്കോട്ടെ, വന്നോളാം. അച്ഛാ, ഇന്ന കാറൊന്ന് ഞാൻ എടുക്കേ. തനിച്ചോ? അതിനെന്താ? മോൾക്ക് ഒറ്റയ്ക്ക് പൊങ്ങോ? പരിഹസിക്കുക അല്ല, പരിതപിക്കുക. ട്യൂട്ടോറിയൽ പോവാൻ കാറ് വേണ്ട. എന്നാ വേണ്ട? കുഞ്ഞേ, അച്ഛനകത്തുണ്ടോ? ഉണ്ടല്ലോ. ലാസറേട്ടാ, ഡെയ്സി വീട്ടിലുണ്ടോ? ഉണ്ടല്ലോ. അവൾക്കൊരു ആലോചന ഒത്തു വന്നിരിക്കുന്നു. അപ്പൊ ജോണി? അതെ, ജോണിയുടെ കാര്യം തന്നെ. മനസ്സമ്മതം ഉടനെ നടത്തണം. കുഞ്ഞിനെ കാണണമെന്ന് ഡെയ്സി ഇന്നും കൂടെ പറഞ്ഞു. അയ്യോ, ഇതാര്? ലാസറോ? ചിന്നു, ചായ? അയ്യോ വേണ്ട. പിന്നെന്താ, ചുക്കു കാപ്പി ആയാലോ? ഒന്നും വേണ്ടേ. നിന്നെപ്പോലെ അധ്വാനിച്ച് ജീവിക്കുന്നവരെ കാണുന്നത് തന്നെ ഒരു ഐശ്വര്യ. ഇരിക്കടോ. വേണ്ട, ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എൻ്റെ ആധാരം തിരിച്ചു തരണം. അതെന്താ ലാസറേ, നീ ഒന്നും അറിയാത്തവനെ പോലെ സംസാരിക്കുന്നത്? അതൊക്കെ അവരുടെ കയ്യിലല്ലേ. അന്നന്ന് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു സത്യക്രിസ്ത്യാനിയാ ഞാൻ. കുന്നും മലയും ഇടിച്ചു നിരപ്പാക്കി കൃഷി ചെയ്ത് ജീവിക്കാൻ ഞാൻ വാങ്ങിയ കാശിന്റെ മുതലും 4 മാസത്തെ പലിശയും തന്നല്ലോ. തന്നു ലാസറേ, പക്ഷേ 2 മാസത്തെ പലിശ ബാക്കിയില്ലേ? എൻ്റെ ദീനാമ്മയ്ക്ക് രോഗം വന്നു. എന്നെ തനിച്ചാക്കി അവള് പോയി. അതൊക്കെ കൊണ്ടാ പലിശ തരാൻ ഒക്കാഞ്ഞത്. ലാസറേ, ഇതെന്റെ പണമല്ല എന്ന് ലാസറിന് അറിയാലോ. അങ്ങനെ പറഞ്ഞൊഴിയരുത്. ലാസർക്ക് ഒരു മാർഗവും ഇല്ലാഞ്ഞിട്ടാ. ആധാരം കിട്ടിയ എൻ്റെ മകളുടെ കെട്ട് നടക്കും. ഒരു കാര്യം ഒത്തു വന്നിട്ടുണ്ട്. ഓ, ഇയാളോട് എന്താ ഈശ്വരാ പറയാ? ലാസറിന് അറിയാലോ, ഞാനൊരിടനിലക്കാരൻ മാത്രം. ബാക്കി പലിശ കൂടി കൊടുത്താലേ അയാൾ ആധാരം തരൂ. ലാസറിന്റെ ചോര വിറ്റിട്ടായാലും ആ പലിശ ഇവിടെ എത്തിക്കും. കർത്താവിനെ ഓർത്ത് ആ ആധാരം ഒന്ന് വാങ്ങിത്തരണം. അത് പണയം വെച്ചിട്ട് വേണം ബാങ്കിൽ നിന്ന് കടമെടുക്കാൻ. കൈയൊഴിയരുത്. അല്ല ലാസറേ, തിരുവിതാംകൂറിൽ നിന്ന് വടക്കേ മലബാറിലേക്ക് വരുമ്പോ നീ സ്വപ്നം കണ്ടത് മണ്ണോ അതോ ഈ രാരുക്കുട്ടിയെയോ?
മണ്ണാണേ. എന്നാലും അവിടുന്ന് ഒന്ന് മനസ്സ് വെച്ച ഒരു പെണ്ണ് പച്ച പിടിക്കും. കർത്താവ് അനുഗ്രഹിക്കും. ഓ, കർത്താവ് എന്നെ അനുഗ്രഹിക്കാൻ അങ്ങനെ കഷ്ടപ്പെടണ്ട. അയ്യോ, ദൈവവിരോധം പറയരുത്, രക്ഷിക്കണം. ഞാൻ ലാസറിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. അന്ന് കടം ചോദിച്ച് വന്നപ്പോ ഞാൻ എന്താ ആദ്യം പറഞ്ഞത്? അവരുടെ പണമാ, പലിശ കൂടുന്ന്. ഉറപ്പാണല്ലോ. അപ്പൊ ലാസർ എന്താ പറഞ്ഞത്? കൂടിയ പലിശയ്ക്കായാലും വാങ്ങിത്തരണോന്ന്. നല്ല വിളവുള്ള സമയ, 3 മാസം കൊണ്ട് പലിശയും മുതലും എത്തിക്കാന്ന്. എന്നിട്ടത് നടന്നോ? അത് ഉരുൾ പൊട്ടിയപ്പം എല്ലാ പ്ലാനും പൊട്ടി. ഈ ഉരുള് പൊട്ടിച്ചത് രാരിക്കുട്ടിയാ? അതുകൊണ്ട് ലാസറെ, രാരിക്കുട്ടിയുടെ കയ്യില് ലാസറിനെ സഹായിക്കാൻ ഒരു ആയുധവും ഇല്ല. അങ്ങനെ പറഞ്ഞൊഴിയരുത്. ഹോ, എന്തൊരു കഷ്ടായി ഇത്. തൽക്കാലം ലാസർ പോ, ലാസർ പോ. അല്ല, അത് കൊണ്ടുപോണോ? ഏത്? ഗീതയോ? സാംസ്കാരിക സമ്മേളനം അല്ലേ? അതെ, ഇതെന്നും എപ്പോഴും എന്റെ കൂടെ വേണം. എടോ, ചെതയില് വെക്കാൻ സമയമായ ഇത് വെക്കോ, ഇവളുടെ അമ്മയ്ക്കും എടുത്ത് കൊടുത്തേക്ക്. ആ ബലിയാടാ, അവര് വിളിച്ച ഞാൻ വിശ്രമിക്കാന്ന് പറയാ. ബാങ്കിൽ നിന്ന് വിളിച്ച പൂജാമുറിയിലാണെന്നും. സുശീലൻ വന്നാൽ ആ, ഞാൻ അപ്പോഴേക്കും ഇങ്ങെത്താം. ഇയാൾ എന്തിനാ ചിരിച്ചത്? ഒന്നുമില്ല, ചിരിച്ചുപോയി. അതല്ല, ഇയാള് ചിരിച്ച 100 അർത്ഥ. അമ്മയും മോളും കേൾക്കാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അത്യാവശ്യം കളവ് പറയാനല്ലേ നിങ്ങളൊക്കെ ശീലിച്ചിട്ടുള്ളൂ. ഞാനിവിടെ വന്ന ശേഷം എന്തെല്ലാം പഠിച്ചു, എന്തെല്ലാം ഗ്രഹിച്ചു. ലാസറേട്ടൻ പോയോ? ആ പോക്കൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഒരാധാരവും ഇല്ലാത്ത പോക്ക്. ഒരാധാരവും പലിശയും. നീയും നിന്റെ അമ്മയും നിന്റെ ഏട്ടൻ നിധീഷും അതിൻ്റെ ഭാഗമാണ്. ഗത്യന്തരമില്ല കുട്ടി. പണ്ട് ഒരു മൂപ്പിൽ നായർ പലിശയ്ക്ക് കടം വാങ്ങി മുടിഞ്ഞു. ഒടുവിൽ മുതലായി സ്വന്തം വീടും പലിശയായി തൻ്റെ മകളെയും കൊടുത്തു. ആ ജീവനുള്ള പലിശ ആരാണെന്നറിയോ? ബലിയാടാ. നല്ല ആളാ. അപ്പൻ ഇത് എവിടെയായിരുന്നു? അല്ല, ഇന്ന് പറമ്പിലോട്ടൊന്നും പോണില്ലേ? അപ്പനിന്ന് എന്നാ പറ്റി? ഇനി പറ്റാൻ എന്നാ ഉള്ളത്? എല്ലാ വഴികളും മുട്ടി. അപ്പം പറമ്പിലോട്ടൊന്ന് ഇറങ്ങിയാ എല്ലാം ശരിയാവും. മോളെ, നീ ഇനി കോളേജിൽ പോണ്ട. അതെന്താ? ഫീസ് കൊടുക്കണ്ടേടി. അപ്പൻ എവിടുന്ന് എടുത്തു തരാനാ? ആ, സുശീല മാഷിനെ കണ്ട വിവരങ്ങളൊക്കെ പറഞ്ഞു. ഉള്ളപ്പം കൊടുത്താൽ മതിന്ന് മാഷ് പറഞ്ഞു. ആട്ടെ, അപ്പൻ പോയിട്ട് എന്തായി? രാരുക്കുട്ടി ആധാരം തന്നില്ല. 2 മാസത്തെ പലിശ ബാക്കിയുണ്ടത്രേ. ആധാരം ഇല്ലാതെ എങ്ങനാടി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നേ? ആ, 2 മാസത്തെ പലിശയല്ലേ ബാക്കിയുള്ളൂ. കുരുമുളക് മൂക്കട്ടെ, അത് പറിച്ച് വിൽക്കാലോ. അതിനിയും മാസങ്ങൾ വേണ്ടേ?
നമ്മൾ ശ്വാസം വിടുന്ന ഓരോ നിമിഷവും പലിശ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. നിശ്ചയിച്ച് നിന്റെ കെട്ട് നടത്തണ്ടേ? ലോണ് കിട്ടിയിട്ട് വേണ്ടേ അവർക്ക് പണം കൊടുക്കാൻ? അപ്പൻ സമാധാനപ്പെട്. കാശ് കൊടുത്താലില്ലേലും കെട്ട് നടക്കും. അപ്പന്റെ കാശ് കണ്ടിട്ടല്ല ജോണിച്ചായൻ എന്നെ കെട്ടാൻ സമ്മതിച്ചത്. നീ എന്നാ ഭ്രാന്താടി ഈ പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യാണപ്പാ. ജോണിച്ചായൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. എന്റെ ഈശോയെ, അപ്പോ മനസമ്മതം പള്ളിയിൽ അച്ഛന്റെ മുന്നിൽ വെച്ചല്ലേ? അതൊക്കെ വെറും നാടകം. അപ്പം പണത്തെക്കുറിച്ചോ എന്റെ കെട്ടിനെ കുറിച്ചോ വേവലാതിപ്പെടണ്ട. പിന്നെ ജോണിയുടെ അപ്പന് ഞാനല്ലേ വാക്ക് കൊടുത്തത്? ആ മനുഷ്യനോട് ഇനി ഞാൻ എങ്ങനെ അവധി പറയുന്നത്? അത് ജോണിച്ചായൻ ആ പണം തരും. എന്റെ കർത്താവേ, നേരോ? അപ്പനാണേ നേര്. അത് കുറച്ചില്ലല്ലേടി? ആ കുറച്ചില്ല. കെട്ട് കഴിഞ്ഞും അത് കൊടുത്തില്ലേല്. ലാസറിന് ജീവനുണ്ടെങ്കിൽ അത് കൊടുക്കും. എന്റെ ദീനാമേ, എല്ലാം നീ സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ? ഒക്കെ നടക്കും അപ്പാ. എനിക്ക് ഉറപ്പുണ്ട്. അപ്പൻ പറമ്പിലോട്ടൊന്ന് വന്ന് ആ കുരുമുളക് വള്ളിയൊക്കെ ഒന്ന് പിടിച്ചു കിട്ട് ചെല്ലെന്നേ. എന്താടോ ലാസറേ, അന്നിപ്പോ ഷാപ്പിലേക്കൊന്നും കാണാറില്ലല്ലോ. ഓ, കൂട്ടുകാരൻ വന്നു. ഇനി അപ്പന്റെ കാര്യം കണക്ക. ആ, നായരിക്ക്. ഡെയ്സി, നല്ലൊരു ചായ എടുക്ക്. പാലില്ല. ആ മോളെ, കട്ടൻ എനിക്കിഷ്ടം. തേയിലില്ലല്ലോ. അത് സാരല്ല, ചുക്കുള്ള മതി. തിളപ്പിച്ചില്ല. ഇപ്പോഴത്തെ ചുക്കുകളല്ലേലും മഹാമോശ. തറുതല പറയുന്നോടി. നീ അകത്ത് പോ. അത് കളയടോ. ഇത് പറ, എന്താ ഷാപ്പിലേക്ക് വരാത്തത്? അതെ, മോൾക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനതങ്ങ് വേണ്ടാന്ന് വെച്ചു. ആ നല്ലതാ. പക്ഷെ ലാസറേ, ഇത്തിക്കണ്ണിയെ മാവ് പോറ്റും. പോറ്റി അത് ഇത്തിക്കണ്ണിയെ വളർത്തും. ഒടുവിൽ മാവില്ല, ഇത്തിക്കണ്ണി മാത്രം. എടോ, ആ ഇത്തിക്കണ്ണിയാ ഈ മക്കള്. അത് നായർക്ക് മക്കളില്ലാത്തോണ്ട് തോന്നുക. അതിന് അവൾക്കേ വിഷമുള്ളൂ, എനിക്കില്ല. ഒന്നോർത്താൽ ഓരോ അബദ്ധങ്ങളിൽ നിന്നും എത്ര പ്രാരാബ്ദങ്ങളാ നമ്മൾ അനുഭവിക്കുന്നത്. അതൊക്കെ പോട്ടെ, നീ എന്താടാ കേസ് തോറ്റ വക്കീലിനെ പോലെ ഒരു ഉഷാറില്ലാത്തത്? എന്നാ പറയാനാ നേരെ, വല്ലാത്തൊരു കുടുക്കിലാ വിട്ടിരിക്കുന്നേ. എല്ലാം ഞാൻ അറിഞ്ഞു. ഞാൻ പിന്നെ പലിശയുടെ കാര്യത്തിൽ കിറുകിർത്തിയ, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. എന്റെ ദീനാമ്മ പറഞ്ഞത് എത്ര ശരിയാ. കടം വാങ്ങൽ വലിയൊരു ചുഴിയാന്ന്. മുതല് ചുഴിയും പലിശ ആ ചുഴിയിലെ മുതലയുമാണ്. പക്ഷെ ഞാനത് കേട്ടില്ല. പക്ഷേ ഞാൻ കടം വാങ്ങിയത് ഒറ്റ വാശിക്കാ, നിന്റെ കുട്ടിയേട്ടനോടുള്ള വാശി. ഞാനേ കുഞ്ഞിമൻ തന്നായര മോനാ, എനിക്ക് വാശി കൂടും. പലിശ എനിക്കൊരു പ്രശ്നമല്ല. എന്റെ പറമ്പിലെ പൈങ്ങ വിറ്റാലേ അതിനുള്ള പൈസ കിട്ടും. എടോ ലാസറേ, നീ കണ്ടിട്ടുണ്ടോ എന്റെ അച്ഛൻ കുഞ്ഞിമൻ തന്നായരെ? ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാലത്ത് പഴുത്തളിഞ്ഞ് ശ്വാസം മുട്ടി കിടക്കുമല്ലായിരുന്നോ മൂപ്പര്? ആ, അച്ഛൻ ഭയങ്കര വാശിക്കാരനായിരുന്നു. ഒരിക്കലേ കൊയിലേറ്റക്കാരൻ കൂലി കൂടുതൽ ചോദിച്ചപ്പോ ഓടാ പുല്ലേന്നും പറഞ്ഞ് തളപ്പും കാലിട്ടൊരൊറ്റ കയറ്റം. ആ, അങ്ങനെയാണല്ലോ വീണത്. അയ്യ, അത് രണ്ടാമത്തെ തെങ്ങ് കയറുമ്പോഴാ. 2 കാലും ഒടിഞ്ഞ് തെങ്ങും തടത്ത് കിടക്കുമ്പോ എടുക്കാൻ ചെന്ന കൊയ്യക്കാരനോട് ഒരൊറ്റ ചവിട്ട് വെച്ചിരുന്ന അച്ഛൻ പറഞ്ഞത്. അത്രയ്ക്ക് വാശിയാടോ അച്ഛന്. എന്നാലും നിങ്ങളുടെ ഏട്ടന്റെ കാര്യം കഷ്ട. ഞാൻ കണ്ടു. എന്നോട് കുറേ സങ്കടം പറഞ്ഞു. അല്ല, ഇപ്പോ ആ കേസുള്ള സ്ഥലം ഇവരുടേതല്ലേ? അല്ല, അങ്ങനെ ചോദിച്ചാൽ ആ, അതൊക്കെ പോട്ടെ. ആ പെറ്റ തള്ള ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്. ഒരമ്മയായാലേ 2 മക്കളെ ഒരുപോലെ കാണണം, വേണ്ടേ? തീർച്ചയായും വേണം. പിന്നെന്താ ഏട്ടനോട് ഇത്ര കമ്പം? ഏട്ടൻ 7 വയസ്സ് വരെ കുടിച്ച മോല ഞാൻ 5-ാം വയസ്സ് വരെ കുടിച്ചപ്പോ എന്തിനാടോ ചെന്നിനായകം പരട്ടിയത്? അന്ന് തൊട്ട് തുടങ്ങിയ വാശിയാ എനിക്ക്. നിങ്ങളുടെ നടപ്പ് ദോഷമാ എല്ലാത്തിനും കാരണം. എടോ ലാസറേ, നിന്നെ നസ്രാണിയാക്കിയതും എന്നെ നായരാക്കിയതും നടപ്പുദോഷമൊന്നുമല്ല.
നിനക്കറിയോ, നായരും നായയും തമ്മിലേ ഒരു ചില്ലക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ശൗര്യം അതൊരുപോലെയാ. നിഴല് കണ്ട കുരയ്ക്കും, നിഴല് തെളിഞ്ഞ കടിക്കും. എന്നാ ആ രാരുക്കുട്ടിയെ ഒന്ന് കടിക്കാൻ പറ്റുമോ? പറ്റൂല. പണ്ട് ഒരു മൂർഖം പാമ്പ് രാരുക്കുട്ടീനെ കടിച്ചപ്പോ വിഷം തീണ്ടി. ആർക്ക്? പാമ്പിന്. അത് പെട്ടഞ്ഞ് പെട്ടഞ്ഞ് ചത്തു. നായരിന്ന് സ്വൽപ്പം ആ സ്വൽപ്പം. ആ അതറിയാനുണ്ട്. നിനക്കറിയോ, ഈ കേസും കൂട്ടുമായി കോടതി കയറി ഇറങ്ങുന്നതിന്റെ രസം ഒന്ന് വേറെ തന്നെയാടോ. ആ വക്കീലാകാൻ ഏറെ കൊതിച്ചതാ. പക്ഷെ 2ാം ക്ലാസ് പാസ്സായി കിട്ടണ്ടേ? അല്ല, അതിനെന്താ, ഏത് വകുപ്പ് വേണമെങ്കിലും താൻ ചോദിച്ചോ, മണി മണി പോലെ ഈ നായര് പറഞ്ഞു തരും. സമ്മതിച്ചു. പക്ഷേ ആ അമ്മയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് മഹാപാപ. അതിങ്ങനെ തെക്ക് വടക്ക് നടക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം. അതിനെ യോഗം എന്നാ പറയാ. ഞാൻ തള്ളയോട് പറഞ്ഞിട്ടുണ്ട്, ആ 10 സെന്റ് സ്ഥലം എന്ന് എനിക്ക് കിട്ടുന്നോ അന്ന് എന്റെ വീട്ടിൽ കയറാവൂന്ന്. അതൊക്കെ പോട്ടെ, നീ വാ ഷാപ്പിലേക്ക്. ലാസറേട്ടാ, ഡെയ്സി ഇവിടെ ഇല്ലേ? ഉണ്ടല്ലോ. ദേ ഡെയ്സിയെ, ദാ കുഞ്ഞു വന്നിരിക്കുന്നു. ആഹാ, ഇതാര്? വാ വാ. ആ മോക്കൊരു കൂട്ടായല്ലോ. അപ്പനൊന്നേ പറമ്പിലോട്ട് ചെല്ലട്ടെ. അപ്പാ, പറമ്പിലോട്ട് തന്നെയല്ലേ? പിന്നല്ലാതെ. നീ എന്താണ് ചിരിച്ചത്? നിന്റെ വിഡ്ഢിത്തമോർത്ത്. എന്തോന്ന് വിഡ്ഢിത്തം? അത് ലാസറേട്ടൻ തിരിച്ചു വരുമ്പോ നിനക്ക് കാണാം. ആ കോണ്ട നായരാ എന്റെ അപ്പനെയും കുടിപ്പിക്കുന്നത്. അത് പോട്ടെ, നീ സുശീലമ്മാഷിനെ കണ്ടിരുന്നോ? ഉവ്വ്, നിന്റെ അച്ഛൻ അങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അച്ഛന്റെ വാശിയും കടുംപിടുത്തവും എവിടെ ചെന്ന് എത്തുന്ന ആർക്കറിയാം. ആ സുശീലമ്മാഷിന് അതൊന്നും ഒരു പ്രശ്നമല്ല. ആ ജീവിതം മുഴുവൻ നാട്ടുകാര്യത്തിൽ ഒഴിഞ്ഞു വെച്ചിരിക്കല്ലേ. അതാ എനിക്ക് പേടി. എനിക്കായി വല്ലതും നീക്കി വെച്ചിട്ടുണ്ടോ എന്തോ. നീ അന്വേഷിച്ചില്ലേ? നിന്റെ ജോണിച്ചായനെ പോലെ അത്ര റൊമാൻറ്റിക് അല്ല പുള്ളി. ആട്ടെ, എന്നാ നിങ്ങളുടെ മനസമ്മതം? ഇങ്ങോട്ട് വിവരം അറിയിക്കാന്നാ പറഞ്ഞത്. അല്ല, മനസമ്മതത്തിന് മുമ്പേ കാശെത്തിക്കണ്ടേ? അതല്ലേ നിങ്ങളുടെ സമ്പ്രദായം? ഓ, അങ്ങനെയൊന്നുമില്ല. പക്ഷേ അപ്പൻ അങ്ങനെ വാക്ക് കൊടുത്തത്. അത് നടക്കുവോ? നടന്നാലും ഇല്ലേലും അക്കാര്യത്തിൽ എനിക്ക് പേടിയില്ല. എന്റെ എല്ലാ സ്ഥിതിയും ജോണിച്ചായനറിയാം. കഴിഞ്ഞ തവണ കണ്ടപ്പോഴും എനിക്ക് വാക്ക് തന്നതാ, അങ്ങേരുടെ അപ്പൻ അറിയാതെ കാശ് ഇവിടെ എത്തിച്ചു തരാന്ന്. നിനക്ക് വിശ്വാസമുണ്ടോ? ഉവ്. മനസമ്മതത്തിന്റെ 2 ദിവസം മുമ്പേ അപ്പന്റെ എല്ലാ കടങ്ങളും ജോണിച്ചായൻ വീട്ടുമെന്ന് എനിക്ക് വാക്ക് തന്നതാ. നേരോ? എന്റെ എല്ലാ സ്ഥിതിയും അറിഞ്ഞിട്ടും എനിക്കൊരു ജീവിതം തരാൻ തയ്യാറായില്ലേ? കർത്താവ് എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് അയച്ചതാ എന്റെ ജോണിച്ചായന്. ആ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. മക്കളെ, നിന്റെ ശങ്കരനെ കണ്ടോ? ഇളിക്കാതെ കാര്യം പറയും മക്കളെ. ഓനെ തെരഞ്ഞ് ഞാൻ മടുത്ത്. ഓൻ ഇങ്ങോട്ട് വന്നോ? വന്നിരുന്നു. അപ്പന്റെ കൂടെ പുറത്തു പോയി. ആ, എന്നാ പിന്നെ നോക്കണ്ട. പുറത്തു പോയാൽ മൂക്കറ്റ അകത്ത് കയറ്റിയേ ഓൻ വരൂ. കല്യാണിയമ്മയുടെ കാര്യം വലിയ കഷ്ടം തന്നെ. ആ, ഈ എന്നെ അത് പറയണം. രാരുക്കുട്ടിന്റെ മോളല്ലേ. കല്യാണിനെ തെക്കും വടക്കും നടത്തിക്കുന്നത് ശങ്കരനാ. പക്ഷേ ഓന്റെ മൂക്കേർ പിടിക്കുന്നത് നിന്റെ അച്ഛനാ. കല്യാണിയമ്മ അവളെ കുറ്റം പറയരുത്. ഞാൻ ഓളെ കുറ്റം പറഞ്ഞതല്ല മോളെ. ഓളൊരു പാവാ. എന്റെ കാര്യം നോക്ക്. കുഞ്ഞിമന്തൻ നായർ എനിക്ക് തന്നതാ ശങ്കരനെയും ഗോപാലിനെയും. ഒന്നെന്നെ സംരക്ഷിക്കുന്നു, മറ്റേത് സംഹരിക്കുന്നു. മക്കളെ, ഓടുകൊണ്ട് തന്നെയാ പൂജാപാത്രവും കോളാമ്പി ഉണ്ടാക്കുന്നത്. സാരമില്ലമ്മേ, ഒക്കെ ശരിയാവും. നിന്റെ അമ്മ ഇതുപോലെ എന്നെ സമാധാനിപ്പിക്കായിരുന്നു. ദീനാമ്മയെ കാണുമ്പോൾ ഒരു മകളില്ലാത്ത വേദനയൊക്കെ ഞാൻ മറക്കും. അത്രയ്ക്കിഷ്ടായിരുന്നു എനിക്ക് അവളെ. ദേ, ഈ കയ്യിലേക്കാ നിന്നെ പെറ്റിട്ടത്. ഓ,
അതൊക്കെ ഒരു കാലം. മക്കളില്ലെങ്കിൽ അതില്ല എന്നുള്ള ദുഃഖേ ഉള്ളൂ. ശങ്കരനെ പോലുള്ള മക്കളെ പെറുന്നതിനേക്കാൾ മച്ചിയാവുന്നതാ മക്കളെ നല്ലത്. അമ്മ കരയരുത്. മണ്ണ് വിളയാനും പെണ്ണ് കരയാനും ഉള്ളതാ മോളെ. തെരണ്ട് തീണ്ടാർന്ന് നീയോ ഞാനോ എന്ന് പറഞ്ഞ് നിൽക്കണ കാലത്താ ഏട്ടത്തിയുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് പോയത്. ഇപ്പം പൊട്ടു എന്ന പ്രായത്തിൽ നിൽക്കുന്ന എന്നെ കണ്ടപ്പോ ഏടത്തീരെ നായർക്കായി ശുശ്രൂഷ, കുഞ്ഞിമന്തൻ നായർക്ക്. അയ്യോ, നേരോ? കഥകൾ ഒരുപാടുണ്ട് മക്കളെ. നിങ്ങൾ താമസിക്കുന്ന ആ ബംഗ്ലാവ് പണ്ടൊരു ഇല്ലായിരുന്നു, പ്രായിക്കര മന. ആഹാ, അതെങ്ങനെ അച്ഛൻ്റെതായി? തേക്കുമരെങ്ങനെ ചെതലിൻ്റെതായി, മാവെങ്ങനെ ഇത്തുകണ്ണിയുടേതായി. മക്കളെ, ഈ രാരുക്കുട്ടി പണ്ട് എന്റെ കുഞ്ഞിമന്തൻ നായരുടെ നാട്ടില് ജമ്മിത്തമ്പുരാൻ രാമോർമ്മ തിരുപ്പാടിന്റെ ഒരക്കുണ്ടിൽ വന്ന് വീണ വിത്ത. അന്ന് ആ തിരുപ്പാട് ഒരക്കുണ്ടിൽ നായ നക്കുന്ന കുഞ്ഞിനെ പോറ്റി വളർത്തിയ കഥ ഈ കല്യാണിക്കറിയാം. മറ്റാരെയും കുറ്റം പറയണ്ട. എല്ലാറ്റിനും കാരണം കുഞ്ഞിമന്തനാരുടെ വാശിയല്ലേ? ആ വാശി ലോകപ്രസിദ്ധല്ലേ? അയ്യോ തള്ള, എന്നെ കാണണ്ട, ഞാൻ ഒളിക്കട്ടെ. അയ്യോ അപ്പൻ. ലാസറേ, ഈ എന്റെ ശങ്കരനെ കണ്ടോ? കണ്ടോന്ന് ചോദിച്ചാ കണ്ടു, ഇല്ലേന്ന് ചോദിച്ചാ ഇല്ല. സത്യം പറ. ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. ലാസറേ, കള്ളം പറഞ്ഞാലും കളവ് പറഞ്ഞാലും ദൈവം പൊറുക്കും. പക്ഷേ കടം വാങ്ങി മേനി നടിച്ചാൽ നശിച്ച് നാറാണക്കല്ല് കാണുന്ന് ഈ എന്റെ ശങ്കരനോടൊന്ന് പറഞ്ഞേക്ക്. ശങ്കര, നിക്കണ അവിടെ. ഓ, ശങ്കരനായർ നല്ലോണം സൽക്കരിച്ചല്ലേ? ആടി, അത് നിനക്കെന്നാ വേണം? കുഞ്ഞെ, ഈ ലാസർ ഏട്ടനെ കുളം തോണ്ടിച്ചത് കുഞ്ഞിന്റെ അച്ഛനാ, വിനീത വിധേയൻ രാരുക്കുട്ടി. സാരമില്ല. സാറുണ്ട്. യോണിച്ചനാ കാശ് തന്നില്ലെങ്കിൽ എന്നാ ചെയ്യ എന്റെ കർത്താവേ? അപ്പാ, കുഞ്ഞെ, ഞാൻ നിന്റെ അച്ഛന്റെ കയ്യും കാലും പിടിച്ച് കരഞ്ഞു. തന്നില്ല മോളെ, തന്നില്ല. ഈ കുടികിടപ്പിന്റെ ആധാരം തന്നില്ല. എന്റെ ദീനാമേ, എന്നോട് പൊറുക്കണേ. ഓ, അപ്പനൊന്ന് അകത്ത് പോയി കിടന്നേ. ധനം, ഒന്നും തോന്നരുതേ. സാരില്ല, കേൾക്കേണ്ടതാണ് കേട്ടത്. ഒരു വാർത്ത കൂടി കേൾക്കാം. ആ മാഷേ, ലാസറേട്ടൻ ഇപ്പം മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പന്റെ കൂടെ നിന്റെ ജോണിച്ചായനും ഉണ്ടായിരുന്നു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. മാഷ് ജോണിച്ചായനോട് തനിച്ച് സംസാരിച്ചോ? ഡെയ്സി, ആർക്കും തിരുത്താൻ കഴിയാത്ത വിധം നീ ജോണിയെ വിശ്വസിക്കുന്നു. അത് ആപത്താണ്. അല്പം പാളിപ്പോയാൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. മോളെ, അപ്പന് കുടിക്കാൻ അല്പം വെള്ളം. പക്ഷേ എന്റെ മോളെ അവൻ അത്രയ്ക്ക് മോഹിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ജോണിയുടെ അപ്പൻ ഇട്ടൂപ്പ് ചേട്ടൻ കണ്ടു. മനസ്സമ്മതത്തിന് മുമ്പ് തന്നെ പണം എത്തിക്കണമെന്ന്, അല്ലാതെ കെട്ടു നടക്കില്ല എന്ന്. കർത്താവേ, ജോണി കൂടെ നിൽക്കേ അവന്റെ അപ്പം പറഞ്ഞൊന്നും ഡെയ്സികൾക്ക് പറയാൻ കൊള്ളില്ല. അവന്റെ അപ്പനാണ് അത്ര വലുത്. ഈ കാശ് കിട്ടിയിട്ട് വേണം രാരുക്കുട്ടിയോട് അവന്റെ അപ്പം വാങ്ങിയ കടം വീട്ടാനെന്ന്. മാഷേ, അച്ഛന്റെ പലിശക്കൊതിക്കും പിടിവാശിക്കും മുന്നിൽ ഞാൻ നിസ്സഹായയാണ്. അച്ഛനുള്ള കടം വീട്ടാൻ ജോണി തന്നെ പണം തരുമെന്ന് ഡെയ്സിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടത്രേ. സാറേ, ജോണിയെ കണ്ട് സാർ ഒന്ന് സംസാരിക്കണം. അവൻ വാക്ക് മാറിയാൽ എന്റെ മോള് വല്ല കടുങ്കയും ചെയ്യും സാറേ. അപ്പനും മകനും കൂടി പണം റൊക്കം കിട്ടുന്ന പുതിയ ബന്ധമുറപ്പിച്ചു വരുന്ന വഴിയാണ് ഞാൻ കണ്ടത്. അവന്റെ കാര്യം ഇനി ലാസറേട്ടൻ പ്രതീക്ഷിക്കണ്ട.
മാഷേ മോളെ രാരുക്കുട്ടിയുടെ ഏത് രാരിക്കുട്ടിയുടെ? വിനീത വിധേയൻ. ആ ഇത് തന്നെ. നിങ്ങളാരാ? ബലിയാടൻ. ബലിയാടനോ? ശരിയായ പേര്? അതൊക്കെ മറന്നുപോയി. ഞാൻ സുശീലൻ. അദ്ദേഹത്തെ ഒന്ന് കാണാൻ വന്നതാ. പ്രോനോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? മുദ്രപത്രം ഒന്ന് വിളിക്കാമോ? പറ്റില്ല. അതെന്താ? വിളിച്ചാൽ ഇറങ്ങി വരും. കണ്ടാ നിങ്ങൾ പേടിക്കും. പേടിക്കാനോ? അതെ, പിറന്ന പടി ബാത്റൂമിലാ. ധനലക്ഷ്മി, എനിക്കിഷ്ടപ്പെട്ടു ഈ ബലിയാടനെ. ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഉടനെ പോയേക്കാം. ഇല്ലെങ്കിൽ ചിലതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അച്ഛന്റെ കാര്യക്കാരനാ, ഒരു പാവ. ബലിയാടൻ ചേട്ടാ. ഓ, വല്ലാതെ സ്നേഹം വന്ന സ്ഥിതിക്ക് പോയേക്കാം. മാഷേ, അച്ഛന്റെ നിയമാവലികളൊക്കെ കേട്ട് മാഷ് തെറ്റിദ്ധരിക്കരുത്. എല്ലാം കേട്ടറിവുള്ളതാണ്. പിന്നെ എനിക്കും ചില നിയമാവലികളൊക്കെ ഉണ്ട്. അയ്യോ അച്ഛൻ. ഞാൻ അറിയാം, സുശീലൻ, കവിമാഷ്. പക്ഷേ കൂടുതൽ അറിയാനാണ് വിളിപ്പിച്ചത്. ഞാൻ അകത്തേക്ക് പോകാം. വേണമെന്നില്ല. പറമ്പ് കച്ചവടം പറഞ്ഞുറപ്പിക്കുന്നത് ആ പറമ്പിലിരുന്നാവാം. ഇതൊരു കച്ചവടമാണോ? ഇതെന്നല്ല, ഒന്നും കച്ചവടമായി കാണരുത്. പക്ഷേ കച്ചവടമല്ലാത്തതായി വല്ലതും ഭൂമിയിലുണ്ടോ? ആ, നമുക്ക് സ്വീകരണ മുറിയിലിരുന്ന് സംസാരിക്കാം. വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. ഞാൻ കച്ചവടം എന്ന് പറയുമ്പോൾ സുശീലൻ അതിനെ ഔദാര്യമെന്നോ അവകാശമെന്നോ പിന്നെ സ്ത്രീധനമെന്നോ അങ്ങനെ ഏത് അക്കൗണ്ടിൽ വേണമെങ്കിലും ചേർക്കാം. തയ്യാറാണല്ലോ? ശരി, അങ്ങനെ ചെയ്യാം. വിൽക്കാനും വാങ്ങാനും സമ്മതമാണെങ്കിൽ ഇനി സംസാരം പറമ്പിൽ നിന്നിറങ്ങിയിട്ടാവാം. മനസ്സിലായില്ലേ? ധനലക്ഷ്മിക്ക് അകത്തേക്ക് പോകാം. അപ്പോൾ സുശീലന് സമ്മതമാണല്ലോ? അതിനു മുമ്പ് അങ്ങയോടൊരു കാര്യം വിനീതമായി പറയാനുണ്ട്. വിനീത വിധേയനോട് വിനീതമായോ? കേൾക്കട്ടെ. അവനവൻ്റെ വികാരം പ്രകടിപ്പിക്കാൻ മാത്രമായിട്ടല്ല, കേൾക്കുന്നവന് അതെങ്ങനെ അനുഭവപ്പെടുന്നു എന്നുകൂടി ചിന്തിച്ച് സംസാരിക്കണം. ഞാനൊരു പാരൽ കോളേജ് അധ്യാപകനാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരു ഗുരുശിഷ്യ ബന്ധമുണ്ടായത്. പറഞ്ഞോളൂ. ആ, സ്കൂളിലൊരു പോസ്റ്റ് ഒഴിവുണ്ടെന്ന് അറിഞ്ഞു. മാതൃഭാഷ ആയതുകൊണ്ട് 10 ലക്ഷമാണ് ചോദിച്ചത്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. ചിന്നു, ഇതാണ് സുശീലൻ മാഷ്. മാഷിന് കുടിക്കാൻ? അയ്യോ, ഒന്നും വേണ്ട. അത് പറ്റില്ല, ഞാൻ കാപ്പി എടുക്കാം. സുശീലൻ മാഷിക്ക് 10 ലക്ഷം എന്നല്ലേ പറഞ്ഞത്? അതെ, തൽക്കാലം സഹായിക്കണം. സഹായിക്കാം, സഹായിക്കാം. ഇനി ഞങ്ങളുടെ മകളുമായുള്ള വിവാഹക്കാര്യം. അത് ആലോചിക്കാൻ സമയം തരണം. പിന്നെ കച്ചവടക്കാര്യമാണല്ലോ. സമയമെടുക്കാം. പക്ഷേ സുശീല, കാണിക്കപ്പെട്ടിയിൽ പണമിടുമ്പോഴും 10 ആള് കാണുകയേ രാരിക്കുട്ടി ഇടാറുള്ളൂ. ദൈവത്തിന് പോലും കണക്ക് തെറ്റുന്ന കാലമാ.
മനസ്സിലായോ? മനസ്സിലായി. ഞാനും തരണോ ആധാരവും ചെക്കും? അച്ഛാ, ഓ, വിളിക്കാതെ വന്നു കയറുന്നത് ഒരു തരം ദുശീലമല്ലേ? സുശീല, ഭാവി വധുവിനൊന്ന് പറഞ്ഞു കൊടുക്കൂ. ഞാൻ എൻ്റെ ജീവിതമാണ് കാഴ്ചവെക്കുന്നത്. ചെക്ക് ബുക്കിനേക്കാൾ വിലയുള്ള പലതുമാണത്. പലിശയേക്കാളും ആധാരത്തെക്കാളും വലുതോ? അച്ഛാ, എന്റെ ജീവിതം കൊണ്ട് ഈ പലിശക്കളി വേണോ? കളിക്കാതെ പറ്റില്ല മോളെ. മോള് കണ്ടിട്ടില്ലേ കറൻസിയുടെ പുറത്ത് ഗാന്ധിജിയുടെ വലിയ ചിത്രം? എന്തെങ്കിലും അവകാശം ആ മഹാത്മാവിനുണ്ടോ? അതുപോലെ 10 ലക്ഷമെല്ലാം അവരുടെ പണല്ലേ, നമ്മൾ ഇടനിലക്കാര് മാത്രം. അതുകൊണ്ട് ഉത്തരവാദിത്ത ബോധം കൈവിടാതിരിക്കാൻ എന്തെങ്കിലും ഒരു ആധാരം. ആ, അതെ അതെ അതെ. ഇത് ദ്രോഹമാണച്ഛാ. എനിക്കൊരു ജീവിതം ഇല്ലാതാക്കരുത്. എനിക്കും കുടുംബത്തിനും ആകെയുള്ള സമ്പാദ്യമായി 5 സെന്റും ഒരു കുടിലുമുണ്ട്. അതിന്റെ ആധാരം തരാം. കണ്ടോ, ഉത്തരവാദിത്ത ബോധമുള്ള ചെറുപ്പക്കാർ അങ്ങനെയാണ്. അങ്ങനെ ഒരു ലക്ഷ്യത്തിന്റെ ആവശ്യമുണ്ടോ? വേണം. ഞാൻ അറിയാത്ത ചില പാഠങ്ങളാണ് നിന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞാണ് ശരി. ഞാൻ ആധാരവുമായി വരാം. മിടുക്കൻ. സുശീലൻ എന്ന് ഇവളുടെ കഴുത്തിൽ താലി കെട്ടുന്നുവോ അന്ന് ഇപ്പോൾ തരുന്നതിന്റെ ഇരട്ടിയും ആ കുടിലിന്റെ സ്ഥാനത്ത് ഒരു ധനലക്ഷ്മി മന്ദിരവും രാരുക്കുട്ടി പണിയിച്ചു തരും. മതി, വരട്ടെ. ബലിയാടാ, കാറിറക്ക്. മരുമകന് വില നിശ്ചയിക്കാനായിരിക്കും ആധാരങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞത്. ഏതായാലും സുശീലൻ മാസ്റ്ററെ അങ്ങനെ വീഴ്ത്താൻ പറ്റില്ല. വിനീതൻ കുറച്ച് വിഷമിക്കും. ചേട്ടാ, അച്ഛൻ കേൾക്കണ്ട, മിണ്ടാതിരിക്കേ. മോളെ, സ്വയം ദഹിച്ചുകൊണ്ടിങ്ങനെ ദയാദാക്ഷിണ്യം കാണിക്കണം. അതും സ്നേഹം നടിച്ച് മനുഷ്യനെ നക്കി നക്കി കൊല്ലുന്ന ഒരു ജന്തുവിനോട്. അച്ഛന് തൃപ്തിയായില്ലേ? മോളെ, നിങ്ങൾക്കൊക്കെ ജീവിതം ഒരു കളി തമാശയാ. പക്ഷേ രാരുക്കുട്ടിക്ക് അങ്ങനെയല്ല. ഒരു ഉരുളയ്ക്ക് ഒരുപാട് പണിയെടുത്തവനാ ഞാൻ. പൂർവികർ രാരുക്കുട്ടിക്ക് ഒന്നും സമ്പാദിച്ചു തന്നിട്ടില്ല. നിങ്ങൾക്കൊക്കെ ആരാൻ സമ്പാദിച്ചത് അനുഭവിച്ചാൽ മതി. ചെറുപ്പക്കാർ അധ്വാനിക്കണം. 30 വയസ്സായിട്ടും താടി വടിക്കാൻ തന്ത കൊടുക്കണം നിന്റെ ഏട്ടന്, നിതീഷ് കുമാർ MA-ക്ക്. എന്നാ ഇവിടുന്ന് ഇറങ്ങിപ്പോയ നിന്റെ സുശീലൻ മാഷ് അങ്ങനെ ആയിക്കൂടാ. എന്നാലും ഒരെന്നാലും ഇല്ല. സ്നേഹവും ദയയും വളരെ നല്ലതാണ്. പക്ഷേ അത് അത്രയ്ക്ക് ദോഷവും ചെയ്യും. രോഗിയോട് രോഗം സ്നേഹവും ദയയും കാണിച്ച രോഗി മരിച്ചു പോകും. മോൾക്ക് പോകാം. അച്ഛാ, മൊട്ടുസൂചിയിൽ ബാലൻസ് ചെയ്ത കോഴിമുട്ടയാണ് ഈ മനസ്സ്. 1 സെക്കൻഡ് മതി തകിടം മറയാൻ. അതുറപ്പിച്ചു നിർത്താൻ പണത്തിന്റെ അരക്ക് ഉരുക്കി ഒഴിക്കണം. അതെ, എന്നിട്ട് മുറിച്ചില്ലെങ്കിൽ അമിത പലിശയുടെ 100 പാലും ചേർത്ത് ഒരു കുരുതി നടത്തണം. അതും പോരെങ്കിൽ കണ്ണീരും ചോരയും വിയർപ്പിന്റെ പാപഭാരവും 101 ആവർത്തിച്ച് ശുദ്ധീകരണം നടത്തണം. എന്താ തൃപ്പുത്രന്റെ വരമൊഴി? താടി പഠിക്കാൻ കാശ് വേണമെന്ന് അപേക്ഷിക്കാൻ വന്നതാണ്. ബലിയാടാ, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന ഈ വിളി ഒരു ദൗർബല്യമാണ്. രാഹുക്കുട്ടിയുടെ ദൗർബല്യം ബലിയാടനല്ല, നീയുമല്ല, നിന്റെ അമ്മയും പെങ്ങളുമല്ല. പണമാണ്, പണം. നിനക്കൊക്കെ വേണ്ടി ചെലവാക്കുന്നതും അതാണ്, പണം. അബൂബക്കറിനെ പോലുള്ള പാവപ്പെട്ടവന്റെ നെഞ്ചുരുക്കി കൊണ്ടുവരുന്ന പലിശ പണം. 3 or 4 മാസത്തെ പലിശ തരാത്തതിന്റെ പേരിലാ ആ പാവത്തിന്റെ മണ്ണ് പോയത്. പോകും. പലിശ ഒരണ കുറഞ്ഞാൽ പോകും. അച്ഛനെ എതിർക്കുന്ന ഉഗ്രപ്രതാപിയായ എന്റെ മകന് ഇക്കാര്യത്തിൽ എന്താണാവോ ദുഃഖം? പരിഹസിക്കണ്ട. അച്ഛൻ കണക്കൂട്ടി വെക്കുന്ന ഈ മുതലും പലിശയും
പാവങ്ങളുടെ ശാപത്തിന്റെ ചൂടിൽ ഭസ്മമായി പോകും. അങ്ങനെ വന്നാൽ ആ ഭസ്മം വാരിപ്പൂശി ഭഗവാനെ ഭക്തവത്സല എന്നും പറഞ്ഞ് ഓടയ തമ്പുരാനോടും രാരിക്കുട്ടി ചോദിക്കും 5 or 10 കടം വേണോന്ന്. പണമാണ് സർവം എന്ന് കരുതുന്ന ഈ പ്രാകൃത മനോഭാവം അധികകാലം ഉണ്ടാകില്ല. പാപകർമ്മങ്ങളാൽ ബീഭത്സമാണ് ഈ മുഖം. അച്ഛാ, ഈ ക്രൂര വിനോദം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? വിനാശം വിതയ്ക്കാൻ അച്ഛനും ദുരന്ത ഫലങ്ങൾ അനുഭവിക്കാൻ മക്കളും. അച്ഛന്റെ ശത്രുക്കൾ വലയിട്ട് കുരുക്കുന്നത് ഒന്നും അറിയാത്ത ഈ മകനെയാണ്. ആശ്രയം തേടി വരുന്ന ആരെയും കൈവെടിയാത്ത എനിക്കും ശത്രുക്കളോ? അതെ, പലിശ പണത്തിന്റെ പേരിൽ പാവങ്ങളുടെ അടിയാധാരവും ആത്മാവും പന്താടുന്ന രാരുക്കുട്ടിയെ തോൽപ്പിക്കാനുള്ള ശത്രുക്കൾ. എന്തൊരു കൊരയാനായി, ഒരു ഉളുപ്പില്ല, ഒരു ഉളുപ്പില്ലാണ്ട കൊരയ്ക്ക് തന്നെ. വേണ്ട വേണ്ട. ആ ബലിയാടാ, പലിശ കൊണ്ടുവന്നിട്ടുണ്ടേ. ആ, പലിശയൊക്കെ ഞാൻ കണക്ക് ചേർത്തോളാം. അത് മതി. ഇയാണല്ലോ ഭാവി രാരുക്കുട്ടി. ദീപം ദീപം ദീപം. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. ജഗദീശ്വര, അമ്മേ മഹാമായേ, രക്ഷിക്കണേ. എന്താടോ കോന്തൻ നായരെ ഈ ത്രിസന്ധ്യക്ക്? പകല് മുഴുവൻ ആ തള്ളേനെ പേടിച്ച് തല കാട്ടാൻ വയ്യ. അല്ല, എന്റെ പെറ്റതള്ള കല്യാണിയമ്മേനെ പേടിച്ചിട്ടേ ആ കേസ് നിന്നെ പിന്തിരിപ്പിക്കാനാ. തോറ്റു കൊടുക്കരുത് ശങ്കരൻ നായരെ. തോറ്റു കൊടുക്കൂല. എന്റെ വക്കീലേ സുപ്രീം കോടതിയിൽ അയ്യരാ, മുട്ടുകുത്തും കുട്ടിയേട്ടൻ. ആ, നമ്മളെ കണക്കൊക്കെ ഒന്ന് അറിയാനാ ഞാനിപ്പം വന്നത്. അതെ, വൃശ്ചികം 13 കോടതി പോകുന്നതിന്റെ തലേന്ന് 500-ന്റെ 60 നോട്ടും 100-ന്റെ 200 നോട്ടും കൂടി 50 വാങ്ങി. പലിശയടക്കം 70. അതെ 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 70. എന്തോ ഒരു ഓർമ്മശക്തി. പിന്നെ ഒരു 30 കൂടി വാങ്ങണം. തരി, എന്നാ പിന്നെ 1,00,000-ന്റെ കണക്ക് കൂട്ടാലോ. വിട്ടുകൊടുക്കൂല ഞാൻ. ആ 10 സെന്റ് സ്ഥലത്തിനാ ഓടപ്രന്നോനുമായിട്ടുള്ള യുദ്ധം. ഇതിന്റെ സ്വത്ത് മുഴുവൻ രാരുക്കുട്ടിക്ക് തീർന്നാലും ഞാൻ പിന്മാറൂല. വാശിക്കാരനായ കുഞ്ഞിമന്തൻ നായരാ എന്റെ അച്ഛൻ. ബലിയാടാ, ശങ്കരൻ നായരോട് ചെക്ക് വാങ്ങി സൂക്ഷിക്ക്, എന്നിട്ട് പണം കൊടുത്തോളൂ. ഏട്ടനുമായി കേസ് നടത്താൻ നിങ്ങൾക്കാരാ നായരെ പണം തരുന്നത്? ഇവിടുന്ന് രാരുക്കുട്ടി. എന്നാ കേട്ടോ, അതേ കുട്ടിയേട്ടനും നിങ്ങളോട് കേസ് നടത്താൻ ഇവിടുന്ന് തന്നെയാ കാശ് വാങ്ങുന്നത്. അങ്ങനെ വരട്ടെ. കുട്ടിയേട്ടന്റെ ആധാരം മുഴുവനും ഇപ്പോൾ രാരുക്കുട്ടീന്റെ അലമാരയിൽ എത്തിയിട്ടുണ്ടാവും. ഒടുക്കോ ലാസറിനെ പോലെ കുട്ടിയേട്ടനും തണ്ടണ്ടി വരും. അല്ല, എനിക്കൊന്നും പേടിക്കാനില്ല. സ്വന്തം ഭൂമി അന്തസ്സായി വിറ്റിട്ട് കൃത്യാകൃത്യം പലിശ ഞാൻ കൊടുക്കുന്നത് കൊണ്ട് എന്റെ ആധാരം പോയിട്ടില്ല. അല്ല നായരെ, ലാസറിന്റെ കാര്യം എന്തായി? കഷ്ടായിടോ. ആ പെണ്ണിന്റെ കെട്ടും മുടങ്ങി ഒടുക്ക അത് കെട്ടിത്തൂങ്ങി ചാകുകയും ചെയ്തു. അള്ളന്റെ ഉമ്മ, മനുഷ്യന്റെ നെഞ്ഞു പടഞ്ഞു പോയി. ഒന്ന് മുണ്ടാടെ നിക്ക് ഫലാലേ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഈ കോടോണ്ടൊന്നും അങ്ങോട്ട് തരുട്ടോ ഞാൻ.
നായരെ താനെന്താടോ ഇവിടെ? ഒന്നും പറയണ്ട നായരെ, എല്ലാം കൂടി ഹലാക്കിന്റെ അവിടും കഞ്ഞിയായി. ഇവിടുന്ന് പലിശയ്ക്ക് കുറച്ച് കായ് കടം വാങ്ങിയിട്ട് നമ്മളെ ചെക്കൻ ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തു. എന്നിട്ടോ? നിന്റെ ചെക്കൻ്റെ ഓട്ടോറിക്ഷ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടിക്ക. അപ്പൊ പലിശ അടച്ചിട്ടില്ല അല്ലേ? വണ്ടി ഓടിയാലല്ലേ പലിശ അടയ്ക്കാൻ കഴിയുള്ളൂ. കഷ്ടിച്ചൊരു മാസല്ലേ ആയിട്ടുള്ളൂ. നമ്മൾ പലിശ അടക്കാലോ. ആ, നമുക്ക് മൂപ്പരൊന്ന് കാണണല്ലോ. കാണണമെന്നില്ല, ഒക്കെ ഇവിടെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. വണ്ടി നമ്പർ എത്രയാ? KL 11 1210. നല്ലൊരു സംഖ്യ സ്റ്റേഷനിൽ ചെലവാവും. ചെക്കനോടേ കഞ്ഞിക്ക് വേറെന്തെങ്കിലും പണി നോക്കാൻ പറഞ്ഞേക്ക്. എന്റെ റബ്ബേ, ഒരു വെറുതെ പിടിച്ചതാ നമ്മളെ ചെക്കന്റെ വണ്ടി. കാരണം പറഞ്ഞതോ ചക്രത്തുമ്മിൽ ചളി അയക്കണേന്ന്. ചക്രത്തുമ്മ ചളിയോ? പിന്നത് ഓടിക്കണ്ടടോ, അതൊരു കുറ്റ. ഇനി ചളിയാകുന്നതിന് മുമ്പേ പലിശ അടച്ച് വേഗം സ്റ്റേഷനിലേക്ക് ചെല്ല്. ഇവിടുന്ന് വിളിച്ചു പറഞ്ഞ് ശരിയാക്കും. അതങ്ങോട്ട് വെച്ചോളി. നിങ്ങൾ വിളിച്ചു പറയണട്ടോ. എന്നാ പോവല്ലേ നായരെ? ആ, അങ്ങനെ ആട്ടെ. ചേലക്കല്ല നായേ, എന്തോരൊച്ചയാ നോക്ക്. ഈ ചൂട്ട് ഞാൻ കുത്തി കയറ്റേ. ഇനി ഒന്ന് കൊരക്ക്. എന്റെ ശങ്കര ഇങ്ങോട്ട് വന്നോ? മോളെ ധനലക്ഷ്മിയെ, ഓൻ ഇങ്ങോട്ട് വന്നോ? എന്റെ ശങ്കരെ. അറിയില്ല, കല്യാണമ്മയ്ക്ക് എന്താ വേണ്ടത്? ഇക്ക് രാരുക്കുട്ടിനെ ഒന്ന് കാണണം. ശങ്കർ എന്നെ കൊല്ലാനായിട്ട് പിറന്നോനാ, അന്തകൻ. രാരുക്കുട്ടിയാ ഓനെ സഹായിക്കുന്നത്. എന്നെ വഴിയാധാരാക്കരുത്. എല്ലാ അച്ഛനമ്മമാർക്കും ഇതൊരു പാഠമാവട്ടെ. എന്താ അത്? മക്കൾക്ക് സ്വത്ത് വീതം വെച്ച് കൊടുക്കുമ്പം മരണശേഷം അടിവരയിട്ട് എഴുതിക്കണം. അല്ലെങ്കിൽ മോനെ മുത്ത എന്നൊക്കെ വിളിച്ച നാവ് കൊണ്ട് തന്നെ ശപിക്കേണ്ടി വരും. ഒക്കെ നിങ്ങളുടെ ശങ്കരന്റെ ദുർവാശി കൊണ്ട് സംഭവിച്ചതല്ലേ? ആ കുഞ്ഞുമന്തന്നാരുടേതല്ലേ വിത്ത്, പിന്നെ എങ്ങനെ നന്നാവാനാ? ഒക്കെ എന്റെ വിധി. നിന്റെ രാരുക്കുട്ടിയാ ഓൻ ഇങ്ങനെ എരി കയറ്റുന്നത്. ഓനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ആ, കല്യാണിമ്മ പോ, നേരെ ഇരുട്ടായി. കണ്ടോ ഓക്ക് പേടിയായി. എല്ലാ കഥ എനിക്കറിയാ, എന്നെ കൊണ്ട് വിളമ്പിക്കണ്ട. പതുക്കെ പറയൂ, അച്ഛൻ അകത്തുണ്ട്. പുറത്തേക്ക് വരട്ടെ. ഓന്റെ മോത്ത് നോക്കി ഈ കല്യാണി ചോദിക്കൂ. കല്യാണി അമ്മേ, എന്തിനാ ഇങ്ങനെ ഭ്രാന്ത് പറയണത്? ഭ്രാന്ത് ഉണ്ട്, എനിക്കെന്നെ തോന്നാറുണ്ട്. നിന്റെ സമനില തെറ്റിയോന്ന്. രാരിക്കുട്ടിയെ, കഴിഞ്ഞതൊന്നും മറക്കരുത്. മറന്നാ നിന്റെ തല തെറിച്ചു പോവും. എന്താന്നറിയോ? ഗതികെട്ട എന്റെ മോൻ ഗോപാലനും ഗതിയുള്ള ശങ്കരനും ഈയാ കടം കൊടുക്കുന്നത് തമ്മ് കേസ് നടത്താൻ. പണ്ട് ഈ ഇല്ലത്തിന് ദാനധർമാദികളോട് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ഇന്ന് നിന്നെപ്പോലുള്ള പുത്തൻ പണക്കാർ അത് കൈയടക്കി വാഴുമ്പോ പണ്ട് ഒരക്കുണ്ടിൽ നായ നക്കിയ ഈ രാരു. നിർത്താൻ! പിടിച്ച് പുറത്താക്കണോ? ബലിയാടാ! വേണ്ട, ആരെയും വിളിക്കേണ്ട, ഞാൻ തന്നെ പൊയ്ക്കൊള്ളാം. പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട്, ഒരു മോഹമുണ്ട്. ഇന്റെ മണ്ണ് തന്നെ കിടന്ന് എനിക്ക് കണ്ണടയ്ക്കണമെന്ന്. നിന്റെ പലിശ തന്നു തീർക്കാൻ നിന്റെ ഗോപാലിന് കഴിയില്ല. കേസിലോൻ തോറ്റാൽ എന്നെ വഴിയാധാരാക്കല്ലേ. അബൂബക്കറിന്റെ ലാസറിന്റെ ഗതി എനിക്ക് വരുത്തല്ലേ. രാരുക്കുട്ടിയെ, നിന്റെ മക്കളെ നീ ഇനി സഹായിക്കല്ലേ.
അപ്പൻ സമാധാനപ്പെട്. കാശ് കൊടുത്താലില്ലേലും കെട്ട് നടക്കും. അപ്പന്റെ കാശ് കണ്ടിട്ടല്ല ജോണിച്ചായൻ എന്നെ കെട്ടാൻ സമ്മതിച്ചത്. അപ്പം പണത്തെക്കുറിച്ചോ എന്റെ കെട്ടിനെ കുറിച്ചോ വേവലാതിപ്പെടണ്ട. ജോണിച്ചായൻ ആ പണം തരും. ഔ, എന്തൊരു വെയിലാണ് പാപ്പാ, കിടന്ന് കത്തല്ലേ. അല്ല, ഇപ്പോഴും നൊലോളിച്ച് കുത്തിരിക്ക. ഈയൊന്നും ഉസാറാവൂല അസറേ. ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കാണ്ട് ഒന്നും ഉസാറാവ്. ദുരിതവും കഷ്ടപ്പാടും ഉണ്ടെന്ന് വെച്ച് നമ്മൾ ആ കൂട്ടർക്ക് കഴിഞ്ഞു കൂടണ്ടേ? മനസ്സ് മടുത്തു മല്ലാക്ക. എന്റെ മോള് കരയല്ലേ, പിടിച്ചു നിക്കണടോ, പിടിച്ചു നിക്കണം. അണക്കൊന്നുമില്ലേലും ഒരു കൈക്കോട്ടും പിക്കാസും ഇല്ലേ, തണ്ടും തടിയുമില്ലേ. എന്നാലും ഞമ്മളെ നോക്ക്, നമ്മക്ക് കവത്തിന്റെ തരാടാ. വലിവ് ഡോക്ടറെ കാണിച്ചപ്പോ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അത് കാണിച്ചപ്പോ മൂപ്പര് പറയാ, നിങ്ങൾ എക്സ്റേ ഒന്നും എടുക്കണ്ടില്ലേനി, വെറും പോട്ടം മതിയേനീന്ന്. അതാ ഞമ്മളെ തടി. എന്താ രണ്ടാളും കൂടി ഒരു ചർച്ച? എന്റെ മാഷേ, നിങ്ങളെ ഒന്ന് കാണുന്ന ഇച്ചിരി കാലായി വിചാരിക്കുന്നു. ആണോ? എന്നാലിതാ കണ്ടോളി, ഞാൻ ലാസറേട്ടനെ ഒന്ന് കാണാൻ വന്നതാ. അത് നന്നായി. ഓനിവിടെ നനഞ്ഞ കോയിന്റെ ചേലിക്ക് കുത്തിരിക്കല്ലേ. എന്താ ലാസറേട്ടാ, എന്തു പറ്റി? ഒന്നുമില്ല മാഷേ, ആകെ തകർന്നു. ഞാൻ ഒറ്റയ്ക്കായി. എന്റെ ദീനാമ്മയുടെയും മോളുടെയും അടുത്തേക്ക് പോയാലോ എന്ന് ആലോചിക്കുക. അങ്ങനെ കൂടിയ കയ്യൊന്ന് വെച്ചാല് പോട്ട മാസ്റ്റേ, 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോരാന്നാവും എന്റെ വിചാരം. ലാസറേട്ടാ, ഇതങ്ങോട്ട് വാങ്ങ്. എന്താ ഇത്? ആദ്യം ഇതങ്ങോട്ട് വാങ്ങ്. വിനീത വിധേയന് കൊടുത്തിട്ട് ആ ആധാരം തിരിച്ചു വാങ്ങ്. മാഷേ, ഇത് ഞാൻ എങ്ങനെയാ തിരിച്ചു തരിക? ആറാം പൊറന്നോനെ, തല കത്തുമ്പോ മുള്ളെടുക്കല്ലേ. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ആദ്യം ആധാരം തിരിച്ചു വാങ്ങ്. ശരി മാഷേ. ആ, മൊല്ലാക്കാന്റെ മോന്റെ ഓട്ടോറിക്ഷയുടെ കാര്യത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അൽഹംദുലില്ലാ, പടച്ചോങ്ങളെ കാക്കും മാഷേ. ആ, അതിനു മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. നമുക്ക് ചിലത് തീരുമാനിക്കാനുണ്ട്. ഞാൻ മറ്റുള്ളവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്രാമത്തിൽ ഇനിയും പലിശക്കടത്തിൻ്റെ പേരിൽ ആത്മഹത്യകൾ ഉണ്ടാവരുത്. അബൂബക്കറിൻ്റെയും ഡെയ്സിയുടെയും ദുരന്തം ആവർത്തിക്കരുത്. അതിനുള്ള ചില പദ്ധതികൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മാഷേ, ഞങ്ങൾ എത്തിയിട്ടോ? ആ, ഉള്ള സൗകര്യത്തിലൊക്കെ എല്ലാവരും ഒന്ന് ഇരിക്കേ. ഈ സൗകര്യമൊക്കെ ധാരാളം മാഷേ. സൗകര്യങ്ങളൊക്കെ കുറവാണ്. അയിനോലിവിടെ പാർക്കാൻ വന്നതല്ല, മാസ്റ്റർ പറഞ്ഞിട്ട് മീറ്റിങ്ങിന് വന്നതാ. ഉള്ള സൗകര്യമൊക്കെ ധാരാളം. മാഷേ, നിങ്ങൾ സംഗതി പറഞ്ഞോളി. അതെ, പറഞ്ഞോളി. ഔപചാരികതയൊന്നും വേണ്ട, ഞാൻ കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ കൊള്ളപ്പലിശയ്ക്ക് കടം വാങ്ങി മുടിഞ്ഞു പോയ ഒട്ടേറെ ആളുകളുണ്ട്. പലിശയുടെയും കടത്തിൻ്റെയും നീരാളിപ്പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാനാവാതെ ആത്മഹത്യയിൽ അഭയം തേടിയവരുണ്ട്. ഓ, ഇവിടെ അബൂബക്കറിന്റെ കാര്യം വല്ലാത്തൊരു കഷ്ടായിപ്പോയി. ആടൊപ്പം മറ്റേ പാർട്ടിക്കാരെ ഓഫീസും ആളും ഒക്കെ വരാൻ പോവുകയാണോലേ. ആ സ്ഥലത്ത് 5 സെന്റ് രാരിക്കുട്ടി ഓർക്ക് വെറുതെ കൊടുത്തോലോ. ആ കോക്കിനെ കോത്ത് കൊളോനെ പിടിക്കുന്നവനാ ആ പഹയൻ. അതെ, അന്യായമായി അയാൾ കൈക്കലാക്കിയ അതുപോലുള്ള സ്വത്തുക്കൾ പിടിച്ചെടുത്ത് അത് നഷ്ടപ്പെട്ടവർക്ക് നാം തിരിച്ചു നൽകണം. ഗതികേടാണ് മാഷേ ഞാൻ രാജുക്കുട്ടീൻ്റെ കടക്കാരനായത്. എൻ്റെ ഭാര്യൻ്റെ ചികിത്സയ്ക്ക് യാതൊരു മാർഗവുമില്ലാഞ്ഞപ്പോൾ കടം വാങ്ങിയതാ. അതെ, ഓരോരുത്തരും ഗതികേട് കൊണ്ട് കടക്കാരായവരാ. ആ ഗതികേടിനെയാണ് രാരുക്കുട്ടിയെ പോലുള്ള കഴുകന്മാർ കൊത്തിപ്പറയ്ക്കുന്നത്. എന്നാൽ നമ്മളെല്ലാവരും ഒരു കാര്യം മറന്നുപോകുന്നു. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ആവശ്യക്കാരെ സഹായിക്കാനാണ് സഹകരണ ബാങ്കുകൾ. നമ്മുടെ അങ്ങാടിയിലും ഉണ്ടൊരെണ്ണം. ഈ ബ്ലേഡ് മാഫിയെ പോലെ
നമ്മളെ മുച്ചൂടും ചൂഷണം ചെയ്യുന്നില്ല. ന്യായമായ പലിശയ്ക്ക് നമുക്ക് അവിടെ നിന്നും കടമെടുക്കാം. പക്ഷേ ഈ സൗകര്യം ആരും പ്രയോജനപ്പെടുത്തുന്നില്ല. അത് നേരാ. നമ്മളെ ചെക്കൻ്റെ ഓർഷയ്ക്ക് അവിടുന്ന് ലോൺ എടുത്താൽ മതിയേനു. എന്താക്കാനാ, ചാതി പെട്ടുപോയില്ലേ. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? മുതലിന്റെ 2 ഇരട്ടി പലിശ ഞാൻ ഇതുവരെ അടച്ചിട്ടുണ്ട്. എന്നിട്ട് മുതലിലേക്ക് ഇനിയും അടയ്ക്കണം എന്നാ ആ ബലിയാടൻ പറഞ്ഞത്. ഓൻ രാരുക്കുട്ടീനെ കാട്ടും വലിയ കള്ളനാ. നമ്മൾ കൊടുക്കുന്ന പലിശ ഓൻ മിണുങ്ങുന്നുണ്ടാവോ ആവോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. ലാസറേട്ടനും മൊല്ലാക്കയും മുമ്പിൽ വേണം. ഇവിടെ ജാതിമത വ്യത്യാസമൊന്നുമില്ല. നമ്മുടെയെല്ലാം പണിയായുധങ്ങൾ വീണ്ടും ശബ്ദിച്ചു തുടങ്ങണം. അധ്വാനം കൊണ്ട് സ്വന്തം കാലിൽ നിൽക്കണം. ഉള്ളത് കൊണ്ട് ഉണ്ടി ശീലിക്കണം. പലിശക്കടങ്ങളെ ആശ്രയിക്കാതിരിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഞങ്ങളുണ്ട് മാഷേ നിങ്ങളെ കൂടെ. നമ്മളുണ്ട് നിങ്ങളെ കൂടെ. എന്നാ ശരി, നമുക്കിപ്പോൾ പിരിയാം. അതെ, ഈ രാരുക്കുട്ടിയുടെ വീട് എവിടെയാ? ആരാ? വഴിപോക്കരാ. വഴി തെറ്റിയോന്നൊരു ശങ്ക. ആ, അത് കുറച്ച് ദൂരെയാ. ആ വളവ് തിരിഞ്ഞു പോണം. ശരി, എന്നാ വാ കുട്ടിയെ. അല്ല, തിരുമേനി മാഷല്ലേ? അതെല്ലോ. ഇത് പേരക്കുട്ടിയാ, മകളുടെ മകള്. മാഷക്ക് എന്നെ പരിചയം കാണില്ല എന്ന് എനിക്ക് അങ്ങേ അറിയാം. ഞാൻ ഭാര്യത്തെ ശ്രീമണിയുടെ മോനാ. അതെയോ? മോളെ, മുത്തശ്ശൻ പറയാറില്ലേ നിന്റെ അമ്മയുടെ നിഴലായി നടന്ന ഒരു ശ്രീമണിയെ പറ്റി? അവളുടെ മോനാത്രേ. ദാ ഇങ്ങോട്ടിരിക്ക. ഇപ്പൊ വരാം മാഷേ. ശ്രീമണി ഇപ്പൊ എവിടെയാ? ഇവിടെ അടുത്താ. കൃഷ്ണമാരാര്? അച്ഛൻ മരിച്ചു. അതിനുശേഷം അമ്മ കിടപ്പ. ഈശ്വരാ, ഒന്ന് കാണണല്ലോ കുട്ടിയെ. നമുക്ക് അങ്ങോട്ട് പോവാം. അല്ല, ഈ കുട്ടിക്ക് എന്ത് പറ്റി? ഒരു പരിഭ്രമം പോലെ. ഒക്കെ പറയാം. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ശരിയാ, വായിച്ചിരുന്നു. ആ ശ്രീലക്ഷ്മി അതറിഞ്ഞ ദിവസം അമ്മ ജലപാനം കഴിച്ചിട്ടില്ല. എന്തിനാ രാരുക്കുട്ടിയെ കാണുന്നത്? ആ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ രാരു. ഒന്ന് കാണണം. കുറെ പോണോ? പഴയ പ്രായക്കരയില്ല രാരുക്കുട്ടിയുടെ വീട്. പരിഷ്കരിച്ചു മാത്രം. അതെയോ? അപ്പം ബഹു കേമനായി. ഒരുപാട് കഷ്ടപ്പെട്ടതാ. കോലോ തെച്ചിലാ അവന്റെ തടി. അത്രയ്ക്ക് കടപ്പാടുണ്ട് എന്നോട്. ഈ പ്രദേശം മുഴുവൻ രാരുക്കുട്ടിക്ക് കടപ്പെട്ടവരാ. പലിശയ്ക്ക് പണം വാങ്ങിയ പാവങ്ങൾ. ഇന്നിവിടെ തങ്ങി നാളെ കാലത്ത് രാരുക്കുട്ടിയെ കാണാം. ബുദ്ധിമുട്ടാവില്ല അച്ഛാ, അങ്ങനെ ആവാം. ആ, രണ്ടാളും ഇതങ്ങോട്ട് കുടിച്ചോളി, ക്ഷീണം മാറട്ടെ. ലാസറേട്ടാ, പറഞ്ഞതൊന്നും മറക്കണ്ട. ഞാൻ ഇവരെയും കൊണ്ട് വീട്ടിലേക്ക് പോവുക. വരൂ. എന്നാ പിന്നെ പോയിട്ട് വരാം. ലാസറേ, അണക്ക് എന്തെങ്കിലും പിടി കിട്ടിയോ? കിട്ടി മൊല്ലാക്ക. നമ്മൾ തളരാൻ പാടില്ല. സുശീലൻ മാഷ് പറഞ്ഞതുപോലെ ഞാൻ ആ പണം രാരുക്കുട്ടിയുടെ മുഖത്തെറിഞ്ഞു കൊടുക്കും. എന്നിട്ട് ആധാരം തിരിച്ചു വാങ്ങും. എന്റെ ദീനാമ്മയുടെയും ഡേസിയുടെയും ചോര വീണ് നനഞ്ഞ ഈ മണ്ണിൽ ഞാൻ അധ്വാനിക്കും. ഇനി ഇവിടെ ഒരാൾക്കും എന്റെ ഗതി വരരുത്. പാഷ്ട്, ഞമ്മക്ക് പെരുത്ത് സന്തോഷായി ലാസറേ.
രാരുക്കുട്ടിയേ, രാരുക്കുട്ടിയേ. മാഷേ, അപ്പം മറന്നിട്ടില്ല. മറക്കാനോ? ഒരക്കുണ്ടിൽ അമ്മ പെറ്റിട്ട് പോയപ്പോ അവിടുന്ന് എടുത്ത് പോറ്റി നാവിൽ അക്ഷരം പകർന്നു തന്ന മാഷെ മറക്കാനോ? എന്താ മാഷെ ഇപ്പൊ ഇവിടെ വരാൻ? വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാ ഞാൻ മോളെ. മാഷെ, ഇത് പേരക്കുട്ടി, മകളുടെ മകളാ ശ്രീലക്ഷ്മി. അമ്മയില്ലാത്ത കുട്ടിയാണേ. മോളു വാ, നമുക്ക് അകത്തേക്കിരിക്കാം. പൊയ്ക്കോളൂ, ഒക്കെ നമ്മുടെ ആളുകളാ. അതെ, കുട്ടിയോടൊന്നും ചോദിക്കേണ്ടെന്ന് പറയൂ, എല്ലാം ഞാൻ വിസ്തരിച്ചു പറയാം. എന്താ, എന്തുണ്ടായി? രാരു, നിന്റെ സ്ഥിതിയൊക്കെ പരിങ്ങല്ല. കോലവും പാട്ടേരിയിരിക്കുന്ന സ്ഥലവും മാത്രമേ ഇപ്പുള്ളൂ. എന്നാലും തട്ടിയൊപ്പിച്ച് കാലം കഴിക്കാറുന്നു. അതിനിടയിലാ നിന്റെ കുട്ടിയുടെ. പറഞ്ഞോളൂ മാഷേ, കാശുകൊണ്ട് നടക്കുന്നതാണെങ്കിൽ നമുക്ക് വാങ്ങാം, മടിക്കണ്ട. നിന്റെ കുട്ടീന്റെ നഷ്ടം നിനക്ക് കാശോണ്ട് വാങ്ങിത്തരാൻ പറ്റുമോ? എങ്കി വാങ്ങിത്താ. 5-6 ദുശാസനന്മാര് കടിച്ചു കീറി ചവച്ചു തുപ്പിയ എന്റെ കുഞ്ഞുമോള്. മാഷേ, ഞാൻ ഇന്ന് വന്നതേ കാണാനുള്ള ആഗ്രഹവുമായിട്ടല്ല, ചില്ലറ ആവശ്യങ്ങളുമായിട്ടാണ്. എനിക്കല്ല, എന്റെ പേരക്കുട്ടി ശ്രീലക്ഷ്മിക്ക്. ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയടത്ത് വെച്ച് ഒരാളുമായി ഇവള് ലോഹ്യത്തിലായി. ലോഹിസ്തൻ ചതിക്കായിരുന്നത്രേ. ഒരു ദിവസം കൂട്ടിക്കൊണ്ടുപോയി എന്തോ കുടിക്കാൻ കൊടുത്തുവെന്നോ, ബോധം പോയപ്പോ 5-6 ആളുകൾ ഉപദ്രവിച്ചു എന്നോ ഒക്കെ കേട്ടു. കേസും കൂട്ടവും ആയപ്പോ അവരൊക്കെ രക്ഷപ്പെട്ടു. നിന്റെ കുട്ടി ഈ കോലത്തിലായി. ഇവളെ ഒന്ന് ചികിത്സിപ്പിക്കണം. പൈ കയ്യിലില്ലേ, സഹായിക്കണം. ഞാനോ? എനിക്കത് കഴിയോ? ആളുകൾ പറഞ്ഞു എന്റെ കയ്യിൽ കാശുണ്ട് എന്ന്, പലിശയ്ക്ക് കൊടുക്കുകയെന്ന്. അല്ലേ? മാഷ് കേട്ടത് സത്യ. ഞാൻ കൊടുക്കുന്നത് ആരാന്റെ പണ, അതും തക്കതായ ഈടുണ്ടെങ്കിൽ. ആയിക്കോട്ടെ, ഞാൻ കരുതിയിട്ടുണ്ട് കോലോത്തിന്റെ ആധാരം. താൻ വാങ്ങിക്കില്ലാന്ന് എനിക്കറിയാം, എന്നാലും മാമൂല് തെറ്റിക്കണ്ട. എന്താ മാഷേ ഇത്? മാഷിന്റെ വാക്കിനേക്കാൾ വലുതാണോ ഈ ആധാരം? ബലിയാടാ, ആ മാമൂല് നടക്കട്ടെ. ഇനി മാഷ് വരൂ, നമുക്ക് ഒന്നിച്ചിരുന്ന് വല്ലതും കഴിക്കാം. ഓ, ആയിക്കോട്ടെ. വരൂ, വരൂന്നേ. കുറച്ചു നേരം പുറത്ത് സ്വസ്ഥായിട്ട് ഇരുന്ന എല്ലാം ശരിയാവും. എത്ര നേരായി അകത്തിരുന്ന് കരയുന്നു. പറയൂ കുട്ടി, എന്താ പറ്റിയത്? എനിക്കൊന്നും നിശ്ചയില്ല. ഒരാളെ വിശ്വസിച്ചു, സ്നേഹിച്ചു എന്നുള്ളൊരു തെറ്റേ ഞാൻ ചെയ്തുള്ളൂ. ഇനിയും കരയണ്ട കേട്ടോ. എനിക്ക് പേടിയാവുന്നു. ഇവിടെ ആരെ പേടിക്കാനാ? എനിക്ക് എല്ലാരും പേടിയാ. ഇവനാണോ ദ്രോഹി? ഇവനാണോ ദ്രോഹി? മോളെ, എന്റെ മോളെ, നിക്ക് മോളെ, മോളെ.
കള്ളു കുടിക്കുന്നവരോട് എനിക്ക് പുച്ഛമില്ല, തൻ്റെ ഇടം കൊണ്ട് തല്ലുകൂടുന്നവരോടും പുച്ഛമില്ല. പലിശയുടെ പേരിൽ പാവങ്ങളെ കുടിയിറക്കുന്ന കുഞ്ഞിന്റെ അച്ഛനോടും പകയല്ലാതെ പുച്ഛമില്ല. പക്ഷേ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത കാമഭ്രാന്തന്മാരെ ഈ ബലിയാടിന് അറപ്പാ. മതി. ലാസറിനെയും അബൂബക്കറിനെയും പോലുള്ള ഒരുപാട് പേരുടെ ശാപവും കണ്ണീരും വീണ മണ്ണിലാ കുഞ്ഞെ നീയും ഞാനും നിൽക്കുന്നത്. ചെരുപ്പോ ഷൂവോ എന്തു തന്നെ ഇട്ടാലും കുഞ്ഞിന്റെ കാലിനി പൊള്ളും. കാരണം ഇവിടെ ഇന്നലെ വീണ കണ്ണീര് ഒരു പെണ്ണിൻ്റെതാ, നിഷ്കളങ്കയായ ഒരു പാവം പെണ്ണിന്റെ. നിർത്താനാണ് പറഞ്ഞത്. ലോകം തിരിയാത്ത ആ കുഞ്ഞുമോളെ കടിച്ചു കീറിയ വേട്ടപ്പട്ടികളിൽ കുഞ്ഞും ഉണ്ടാവുമെന്ന് കരുതിയില്ല. ഏട്ടാ, ഏട്ടാ, ഭ്രാന്ത് പിടിച്ചോ ഏട്ടന്? സാരില്ല കേട്ടോ. എനിക്കിവിടെ ആദ്യം കിട്ടിയ ജോലി കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കലായിരുന്നു. അന്നും ഈ കുഞ്ഞി കൈകൾ ബലം പരീക്ഷിച്ചിരുന്നത് ഈ ബലിയാടിന്റെ നെഞ്ചിലായിരുന്നു. ഇന്ന് എൻ്റെ കൊച്ചു മുതലാളിയുടെ കൈകൾ ഏറെ കരുത്താർജിച്ചിരിക്കുന്നു. തൃപ്തിയായി, തൃപ്തിയായി. ഞാൻ ക്ഷമിക്കണം. അറിയാതെ അറിയാതെ. മതി, ധാരാളം മതി. ബലിയാടന്റെ വേദന മാറി. പക്ഷേ ഈ മാപ്പ് പറച്ചിൽ കൊണ്ടൊന്നും ആ മഹാപാപത്തിന് പരിഹാരമാവില്ല. ഇനി എന്നെ വിഷമിപ്പിക്കരുത്. അത്രത്തോളം തകർന്നിരിക്കുകയാണ് ഞാൻ. ഏട്ടന് ഇങ്ങനെ ഒരു മുഖം ഉണ്ടായിരുന്നോ? ധനം വല്ലവരും വല്ലതും പറയുന്നത് കേട്ട് നീയും. ഒരു പൂവിനെ പോലും നോവിക്കാൻ അറിയാത്ത ആ പാവം കുട്ടിയാണോ വല്ലവരും? വേട്ട നായ്ക്കളിൽ ഒരാളെ തിരിച്ചറിഞ്ഞതും അതുറക്കെ വിളിച്ചു പറഞ്ഞതുമാണോ വല്ലതും? ചെയ്ത പാപത്തേക്കാൾ കഠിനമാണേട്ടാ അത് കണ്ടടച്ച് നിഷേധിക്കുന്നത്. നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. ആ വേട്ട നായ്ക്കളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. എന്നെ ചതിയിൽപ്പെടുത്തിയതാണ്. നീയും സൂക്ഷിച്ചോ. അച്ഛൻ ചെയ്ത പാപങ്ങൾ നിന്നെയും വേട്ടയാടും. രാരുകുട്ടി കടം കൊടുത്ത് വഴിയാധാരമാക്കിയവരുടെ പ്രതികാരം നമ്മെയും പിന്തുടരും. ഏട്ടാ, എന്ത് വില കൊടുത്താ എന്റെ സ്വസ്ഥത വീണ്ടെടുക്കുക? എടാ, അമ്മേ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിരപരാധിയാണ്. എന്നെ ഒന്ന് കൊന്നു തരുമോ ആരെങ്കിലും? ഏട്ടാ, മോനെ. രാരിക്കുട്ടിയെ, രാരിക്കുട്ടിയെ, ഈ വീട്ടിൽ ആളുകൾ കരയോ? ശങ്കരൻ നായർ വന്നു എന്ന് പറ. മുതലും പലിശയും പലിശയ്ക്ക് പലിശയും കൊടുക്കാൻ. വാശിക്കാരൻ കുഞ്ഞിമന്തൻ നായരുടെ മകൻ 10 വർഷമായി കുട്ടിയേടനായി നടത്തിയ കേസിൽ വിജയശ്രീ ലാളിതനായി എന്ന് പറയടോ. ഇങ്ങനെ കുടിച്ച് ആ സമയത്ത് ഒരു വീട്ടിൽ കയറി വരുന്നത് ശരിയാണോ നായരെ? സന്തോഷം കൊണ്ടാ. ഏറ്റവും വലിയ കോടതിയിൽ ശങ്കരൻ ജയിച്ചു. 10 വർഷമായി നടത്തിയ കേസിൽ ആ 10 സെന്റ് സ്ഥലം ശങ്കരൻ അവകാശപ്പെട്ടതാണെന്ന് കോടതി വിധിച്ചു. ആ, അങ്ങനെ ശങ്കരൻ നായരുടെ ഏട്ടൻ ഒരു പാഠം പഠിച്ചു. സന്തോഷായില്ലേ? കേസ് തോറ്റ ഏട്ടൻ എന്തു പറഞ്ഞു? ഒന്നും മിണ്ടിയില്ല. ഏട്ടന് മിണ്ടാൻ കഴിഞ്ഞില്ല. ഇനിയൊട്ടും മിണ്ടാനും പോണില്ല. അതെന്താ അങ്ങനെ? എനിക്ക് അനുകൂലമായി വിധി പറഞ്ഞ നിമിഷം എന്റെ കുട്ടിയേട്ടൻ കോടതി വരാന്തയിൽ ഹൃദയം പൊട്ടി മരിച്ചു വീണു. അച്ഛന്റെ മരണശേഷം എന്നെ ഞാനാക്കാൻ പാടുപെട്ട എന്റെ കുട്ടിയേട്ടൻ, എന്നെ കൈപിടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോകാറുള്ള കുട്ടിയേട്ടൻ, എന്റെ മുഖം ഒന്ന് വാടിയാൽ നെഞ്ചു പൊട്ടിക്കരയാറുള്ള എന്റെ കുട്ടിയേട്ടൻ ഹൃദയം പൊട്ടി മരിച്ചു. ഞാൻ കാരണം, എന്റെ 10 സെന്റ് കാരണം. എന്താ അത്? കരയാ? ഇത് സന്തോഷാശ്രുവ. ഈ കണ്ണീരിൽ ഏട്ടന്റെ പിണ്ടമൊഴുക്കി എനിക്ക് പറയണം.
ശങ്കരൻ തോറ്റുപോയിട്ടാ, തോറ്റുപോയി. അല്ല, അപ്പൊ ഇവിടെ തരാനുള്ള കാശും പലിശയും ഞാൻ തരും. എന്നോട് കേസ് നടത്താൻ ഏട്ടനും, ഏട്ടനോട് കേസ് നടത്താൻ എനിക്കും കൊള്ളപ്പലിശയ്ക്ക് കടം തന്ന രാരിക്കുട്ടിയുടെ പണം ഞാൻ തിരിച്ചു തരും. പക്ഷേ ഇത് രാരിക്കുട്ടി വിചാരിച്ചാലാ എന്റെ കുട്ടിയേട്ടനെ തിരിച്ചു തരാൻ പറ്റുക? എല്ലാം കഴിഞ്ഞപ്പോ അമ്മയെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് എന്റെ മുഖം അടച്ച് അമ്മ കാറിയൊരു തുപ്പു തുപ്പി. അപ്പോഴറിഞ്ഞു പഴയ അമ്മിഞ്ഞപ്പാലിന്റെ സ്വാദ്. ഇപ്പോഴാണോ എനിക്ക് തിരിഞ്ഞത്, പറമ്പും പണവും പലിശയല്ല, എല്ലാറ്റിലും വലുത് സ്നേഹാന്ന്. എനിക്ക് എന്റെ അമ്മയെ കാണണം. ഏട്ടന്റെ ചിത എരിഞ്ഞടങ്ങിയപ്പോ വീട് വിട്ടിറങ്ങിയതാ എന്റെ അമ്മ. നിന്റെ രാരിക്കുട്ടി ദൈവത്തിനോട് പറ, ശങ്കരൻ വീണ്ടും വരുന്നു. രാരിക്കുട്ടിയെ, പാപം പൊരണ്ട ആ കൈകൊണ്ട് നിന്റെ കുട്ടീനെ ചികിത്സിക്കാൻ പണം വേണ്ടായിരുന്നു. ഞാൻ എന്ത് പാപം ചെയ്തു എന്നാ? ദരിദ്രരായ ജനത്തിന് പണം കടം കൊടുത്ത് സഹായിച്ചതോ? കെട്ടുപ്രായം കഴിഞ്ഞ് കുടുംബത്തിന് ഭാരമായി നിൽക്കുന്ന പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ സഹായിച്ചതോ? മതി, നിന്റെ വിനീതത്വവും വിധേയത്വവും എനിക്ക് മനസ്സിലായി. നീ കടം കൊടുത്ത ഒരുപാട് പേരെ, ഭ്രാന്ത് പിടിപ്പിച്ചവരെ, പിടിച്ചുകൊണ്ടിരിക്കുന്നവരെ, പിടിക്കാൻ പോകുന്നവരെ എല്ലാം ഞാൻ നേരിൽ കണ്ടു. ഉണ്ടാവും, അതിന് ഞാനല്ല ഉത്തരവാദി. ഗതികേട് കൊണ്ട് കടം വാങ്ങുമ്പോ അതിന്റെ ഫലം കൂടി അനുഭവിക്കണം. രാരിക്കുട്ടിയെ, ആരോരുമില്ലാത്ത ഒന്നിനെ സ്വന്തം പോലെ വളർത്തി അതിന്റെ നാവിൽ 4 അക്ഷരം കുറിച്ചു ഞാൻ. ഇന്ന് പന പോലെ വളർന്ന ആ ചെക്കനെ നോക്കി അതേ ഞാൻ 33 കോടി ദൈവങ്ങളെയും സാക്ഷി നിർത്തി നെഞ്ചു പൊള്ളി ശപിക്കുന്നു. പട്ടിണിപ്പാവങ്ങളുടെ കുടിക്കടം പകർത്തിയ ആ കയ്യും എണ്ണി പലിശയും പലിശയ്ക്ക് പലിശയും ആവശ്യപ്പെട്ട ആ നാവും മരവിച്ചു പോകും, മരവിച്ചു പോകും. എല്ലാ ശാപവും രാരിക്കുട്ടിയുടെ ശിരസിൽ അനുഗ്രഹമായേ പതിക്കൂ. എന്റെ മക്കളെ ശപിക്കാഞ്ഞത് ഭാഗ്യം. ഒരപേക്ഷയുണ്ട്. എന്റെ മോൻ വീട് വിട്ടിറങ്ങിപ്പോയി. ഒന്ന് അന്വേഷിക്കണം. അച്ഛന്റെ ശത്രുക്കളാ അവന് ചുറ്റും. ആ, എന്താണ് സുശീലൻ മാഷേ, കുടുംബത്തിനൊക്കെ? വളരെ ക്ഷേമം. ഇപ്പൊ പ്രത്യേകിച്ചും ഞാനൊരു കാര്യം പറയാനാ വന്നത്. അന്ന് വാങ്ങിയ മുതൽ പലിശ അടക്കം തിരിച്ചേൽപ്പിക്കാൻ. ഓഹോ. എന്നിട്ട് ആ ആധാരം ഇങ്ങ് തിരിച്ചു തരണം. ഇത്ര പെട്ടെന്നോ? ഈ പണം എങ്ങനെ സംഘടിപ്പിച്ചു? ഈ നാടിന്റെ മുക്കിലും മൂലയിലും ഓരോ ദിവസവും രാരുക്കുട്ടിമാർ ജനിച്ചുകൊണ്ടിരിക്കുന്നു. സൗഹാർദ്ദത്തിന്റെ പേരിൽ പാവങ്ങൾക്കൊരു 10 രൂപ പോലും കൊടുക്കാത്ത, എന്നാൽ വമ്പൻ പലിശയ്ക്ക് 10,000 കടം കൊടുക്കുന്ന രാരുക്കുട്ടിമാർ. ആധാരം തരാം, പക്ഷേ അത് മാത്രമായിരുന്നില്ലല്ലോ നമ്മുടെ കരാറ്. മകൾ ധനലക്ഷ്മിയുമായി തൽക്കാലം അത് നടക്കില്ല. ധനലക്ഷ്മിയുടെ കാര്യം നിങ്ങൾ സമ്മതിച്ചതല്ലേ? അത് വാക്കാലല്ലേ? വാക്കാൽ പറഞ്ഞതിൽ വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ എന്നോട് ആധാരം വാങ്ങിവെക്കണോ? മോളോട് ചോദിക്കാതെ ആധാരം തിരിച്ചു തരാൻ പറ്റില്ലല്ലോ മാഷേ. അതിന് മോളല്ലല്ലോ ആധാരം വാങ്ങിയത്, നിങ്ങളല്ലേ. ഒന്ന് വേഗം പോയി ആധാരം എടുത്തുകൊണ്ടുവരും. പോയിട്ട് വേറെ പണിയുണ്ട്. മാഷേ. ആ, ധനം, ഞാൻ ആ ആധാരം തിരിച്ചു വാങ്ങാൻ വന്നതാണ്. ഞാൻ മുഴുവനും കേട്ടു. നന്നായി. ഒറ്റ പ്രാവശ്യം കേട്ടാൽ കാര്യങ്ങൾ മനസ്സിലാവുന്ന സ്വഭാവമാ പണ്ടേ നിനക്ക്. ഹരിതു മാഷേ, ഇത് ക്രൂരതയാണ്. അതേ കുട്ടി, ക്രൂരത എന്താണെന്ന് ഞാൻ കണ്ടു.
വഴിയിൽ വെച്ച് അവശനായി വാവിട്ട് കരയുന്ന തിരുമുൽപ്പാടിനെ ഞാൻ കണ്ടു. നിന്റെ അച്ഛനൊരു ജീവിതം കൊടുത്തതിന് കിട്ടിയ പുണ്യം. വിനീത വിധേയന്റെ ശത്രുക്കൾ മകനിലൂടെ പക പോക്കാൻ നൽകിയ സമ്മാനവും കണ്ടു. നിരപരാധിയായ മകന്റെ നെട്ടോട്ടവും കണ്ടു. നിന്റെ ഏട്ടന്റെ. മാഷേ, കരഞ്ഞോളൂ. കരയുമ്പോഴും ഇടനെഞ്ചി പൊട്ടി പ്രാർത്ഥിച്ചോളൂ. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു പലിശക്കാരന്റെ മകളായി ജനിക്കരുതേ എന്ന്. ഒരു സത്യം ഞാൻ ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു വഞ്ചകനാണെന്ന് നിനക്ക് തോന്നും. ഞാൻ നിന്റെ അച്ഛനോട് കടം വാങ്ങിയത് ജോലിക്ക് വേണ്ടി ആയിരുന്നില്ല. അബൂബക്കറിനെയും ലാസറിനെയും ഡെയ്സിയെയും പോലുള്ളവരെ തൽക്കാലം രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. മാഷ് എന്താ പറഞ്ഞത്? സത്യം. പക്ഷെ അതിനൊന്നും കാത്തു നിൽക്കാതെ അബൂബക്കറും കുടുംബവും കൂട്ട ആത്മഹത്യയിൽ അഭയം തേടി. ഡെയ്സി ആഗ്രഹിച്ചതുപോലെ സ്വർഗത്തിലേക്കും പോയി. എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. അല്പം കൂടി ക്ഷമിക്കൂ. ഞാൻ ഇനിയും വരും. സുശീല മാഷേ, എന്റെ മക്കളെ വെറുക്കരുത്. സഹോദരങ്ങളെ പോലെ അവരെ ചേർത്ത് പിടിക്കണം. എല്ലാം ശരിയാവും. അമ്മ കരയാതില്ല. ഇതാ, സുശീലൻ രണ്ടും കൽപ്പിച്ചല്ലേ ഇത് വാങ്ങുന്നത്? രണ്ട് കൽപ്പനയില്ല, ഒന്ന് മാത്രം. പിന്നെ മകളോട് എന്തോ വാങ്ങിന്നോ കൊടുത്തു എന്നൊക്കെ പറഞ്ഞല്ലോ. സ്വപ്നമോ വാഗ്ദാനമോ എന്തോ ഒന്ന്. അതിന്റെ പലിശ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് അറിയിച്ചാൽ മതി. വരട്ടെ. മനുഷ്യനായാൽ നന്ദി വേണം. നീ എന്തിനാ കരയുന്നത്? 1000 സുശീലന്മാരെ വരി വരിയായി നിർത്തി ഇവളുടെ സ്വയംവരം നടത്തും ഈ രാരിക്കുട്ടി. അന്ന് തന്നെയാവും എന്റെ ശവദാഹവും. നിങ്ങൾ മനുഷ്യനല്ല, മനുഷ്യപ്പറ്റില്ലാത്ത മൃഗമാണ്. ശാപം പിടിച്ച നിങ്ങളുടെ ഒരു ചില്ലിക്കാശും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. മോളെ, മുതലാളി, മുതലാളി, മുതലാളി. എന്താ? അന്ന് ഇവിടുന്ന് പോയ തിരുവൽപ്പാട് മാഷ് ഇല്ല തെറ്റിയില്ലാന്ന് വഴിയിൽ വീണ് മരിച്ചു അത്രേ. കഷ്ടം. നിധീഷിന്റെ കാര്യം? യാതൊരു വിവരമില്ല. ഇനിയും എന്നിൽ നിന്നൊന്നും മറക്കണ്ട. എന്റെ മോനെ നിങ്ങൾ എന്ത് ചെയ്തു? എനിക്കറിയണം, എനിക്കറിയണം. ചിന്നു, സ്വയം ഇറങ്ങിപ്പോയ അതുപോലെ തിരിച്ചു വരും. രാരിക്കുട്ടിയുടെ കണക്കുകൾ പിഴക്കില്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഈ നാട്ടിൽ നിങ്ങൾക്ക് കൈയടക്കാൻ കഴിയാത്ത ഒരു നീതിയും നിയമവും ഉണ്ടോന്ന് എനിക്കറിയണം. വേണ്ട, ധിക്കാരം വേണ്ട. എന്നാൽ എന്നോട് പറയ്, എന്റെ മോൻ എവിടെ? വേണ്ട, വേണ്ട. ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര. എന്താ രാരുകുട്ടിയെ വെളി അടിച്ചിറക്കുക? ഓളെ അന്റെ 2 മക്കളെ പറ്റോളാ. വേണ്ടതല്ലേ, എന്നെ കൊണ്ട് കടുങ്കൈ ചെയ്യിക്കണ്ട. ആണക്കിന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ല. ഞാൻ കാശിക്ക് പോവുക. 10 വീട് തണ്ടിട്ട് യാത്രയാവാ. ആ കൂട്ടത്തിൽ ഇവിടെയും വന്നു. ഐശ്വര്യായിട്ട് ഭിക്ഷതാ. ഭിക്ഷ വട്ടായാൽ പോകേണ്ടത് കാശിക്കല്ല,
കുതിരവട്ടത്താ ഇറങ്ങി പോതല്ലേ. മോളെ, ഞാൻ വഴിയാതാരായി. എന്റെ മക്കളെ പണം കൊടുത്ത് തമ്മിൽ തല്ലിച്ചത് ഈ രാരുക്കുട്ടിയാ. ഇനി എന്റെ തറ തോണ്ടുന്നത് കാണുന്നതിന് മുമ്പ് ഞാൻ പോവുക. ബലിയാടാ, ഇതിനെ പിടിച്ച് പുറത്താക്ക്. അമ്മേ, മാപ്പ് മാപ്പ്. കല്യാണിയടുത്തേക്ക് ഒക്കെ അറിയാലോ. ചിറക് മുളച്ചാൽ ഞാൻ ഇവനെ അങ്ങോട്ട് അയക്കും. ഇവനെ എത്തിക്കേണ്ടടുത്ത് കല്യാണിയടുത്ത് എത്തിക്കണം. പിന്നെ നിന്നെ ഞാൻ കണ്ടത് 10ാം വയസ്സിലാ. എത്ര അടുക്കള നിറങ്ങിയ ഓള് നിന്നെ പോറ്റിയത്. നിന്നെ കൈ പിടിച്ചിവിടെ കൊണ്ടാക്കിയത് ഞാനാ. അത്രയും വരെ എനിക്കായി. ഇനിയെല്ലാം നിന്റെ വിധി. കല്യാണിയമ്മേ, ഇവൻ? അതേ ചിന്നു, നിനക്ക് മുമ്പ് തന്തയുടെ കടത്തിന് പലിശ വീട്ടാൻ രാരുക്കുട്ടിക്ക് വെപ്പാട്ടിയായി വേറൊരുത്തി ഉണ്ടായിരുന്നു. ഈ മനക്കര തമ്പ്രാനായി രാരുക്കുട്ടി എത്തുന്നതിന് മുമ്പ് ആ പാവത്തെ അടിച്ചിറക്കി. ഇനിയും പോയില്ലേ? ചവിട്ടി പുറത്താക്കണോ ഞാൻ? രാരുക്കുട്ടിയെ, നീ നോക്കിക്കോ. സത്യമെന്നുണ്ടെങ്കിൽ നീയും നിന്നെ പോലെ പലിശ തിന്ന് തടിച്ചു കൊഴുത്ത എല്ലാ നായ്ക്കളും അനുഭവിക്കും. മക്കളിലൂടെ, മരണത്തിലൂടെ. എന്റെ കല്യാണി അമ്മ, നിങ്ങളിത് എവിടെയായിരുന്നു? ഞാൻ കാശിക്ക് പോവാ. ഈ വരണോ കാശിക്ക്? നിങ്ങൾ എന്തിനാ കാശിക്ക് പോകുന്നത്? മഹാഭാവികളല്ലേ കാശിക്ക് പോകേണ്ടത്. അത് പറ, ഈ ആരാണ്ടാ? മരിച്ചുപോയ നിങ്ങളുടെ മകൻ ഗോപാലൻ. ലാസറേ? അതെ, ഞാനും ഈ കൈകൊണ്ട് വിളമ്പി തന്നത് കുറേ ഉണ്ടിട്ടുള്ളതാ. നിങ്ങൾ വാ, വരാൻ. എങ്ങോട്ട്? ഇപ്പോ ലാസറിന്റെ കുടിലേക്ക്, നാളെ നിങ്ങളുടെ സ്വന്തം തറയിലേക്ക്. പേടിക്കണ്ട, നമ്മൾ എവിടെയും പോണില്ല. ഓ, നീ ഇപ്പം നാട്ടുകാരുടെ രക്ഷകനാണല്ലോ. നാട്ടുകാർ സ്വയം രക്ഷ കണ്ടു തുടങ്ങി. ഇപ്പോ ഈ വീട്ടിലെ ചിലരെയാണ് രക്ഷിക്കേണ്ടതായിട്ടുള്ളത്. ചിരിക്കണ്ട. ചിരിക്കാൻ വേറൊരു വാർത്ത തരാം. ഇവിടുത്തെ പരമസുഖം സഹിക്കാൻ കഴിയാതെ ഇറങ്ങിയോടിയ നിങ്ങളുടെ മകൾ ധനലക്ഷ്മി ഇപ്പോൾ എന്റെ വീട്ടിലുണ്ട്. ലാസറേ, എന്റെ മോക്ക് എന്താ പറ്റിയത്? നിങ്ങൾ പേടിക്കണ്ട. കുഞ്ഞിനെ ഏൽപ്പിക്കേണ്ടവരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരുടെ ചെയ്തി കൊണ്ട് എൻ്റെ മോള് പോയോ അയാളുടെ മകളുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതാ രാരുക്കുട്ടിയും ലാസറും തമ്മിലുള്ള വ്യത്യാസം. എന്നാ നീ ഒന്ന് കേട്ടോ. സ്വന്തം മോള് പോയപ്പോ നിന്റെ നെഞ്ച് കീറി. രാരിക്കുട്ടിയുടെ മോള് പോയാല് രാരിക്കുട്ടിക്ക് കീറണത് നെഞ്ചല്ല, കണക്ക് പുസ്തകത്തിൽ ഒരു പേജ് മാത്രം. രാരുക്കുട്ടിയെ, ഇനി ഞെളിയണ്ട. ഇനി ഞെളിഞ്ഞാൽ നിന്റെ നട്ടല് പൊട്ടും. ആ പൊട്ടല് കേട്ടാൽ എല്ലാ രാരുക്കുട്ടിമാരും ഞെട്ടും. പോകാൻ വരട്ടെ. എന്റെ അച്ഛന്റെ കടവും അതിന്റെ പലിശയും ഇത്രകാലം ഞാൻ ദാസിപ്പണി ചെയ്തിട്ടും വീട്ടിൽ കഴിഞ്ഞില്ലേ? കഴിഞ്ഞെങ്കിൽ ഞാൻ പോകുന്നു, എന്റെ മക്കളെ തേടി. ഇനി ഇത് കൊണ്ട് നടക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. അമ്മേ, അത് ഭഗവത്ഗീതയല്ല, അത് വെറും പലിശ കണക്കെഴുതിയ പുസ്തകം മാത്രം. കണക്ക് പുസ്തകം. ഈശ്വരാ, എല്ലാവരും ഈ രാരിക്കുട്ടിയോട് പല പല ചോദ്യങ്ങൾ ചോദിച്ചു. എന്താ, നിനക്കൊന്നും ചോദിക്കാനില്ലേ? ഇല്ല, അങ്ങ് ചോദിച്ചാൽ ഉത്തരം പറയാനാ ബലിയാടനെ നിയോഗിച്ചത്. ആര്? അമ്മ. ഒരു കാര്യം ഞാൻ പറയട്ടെ, അങ്ങ് തളർന്നിരിക്കുന്നു. നീയും അത് പറയാ? ചോറും നീരും തന്ന് സ്വന്തം മക്കളെക്കാൾ സ്വാതന്ത്ര്യം തന്ന് പോറ്റി വളർത്തിയ നീയും ശരിക്കും അങ്ങ് തളർന്നിരിക്കുന്നു. ഈ രാരുക്കുട്ടിയെ തളർത്താനും തകർക്കാനും ആർക്കുമാവില്ല. ഇല്ല, ഇല്ലെന്ന് പറഞ്ഞാ ഇല്ല. എങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് വിനയവും വിധേയത്വവും നിങ്ങൾക്ക് പകർന്നു തന്ന ഒരാളുണ്ടല്ലോ. സ്നേഹവും ത്യാഗവും എന്താണെന്ന്
നിങ്ങളെ ബോധ്യപ്പെടുത്തിയ ഒരാൾ, സ്വന്തം ചൂടും ചൂരും പങ്കിട്ട് ഈ ബലിയാടിനെ സൃഷ്ടിക്കാൻ സഹായിച്ച ഒരാൾ, അവരെ മനസ്സിലോർത്ത് ഈ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറയാനാവുമോ തളർന്നിട്ടില്ല എന്ന്? ഉത്തമ, എന്താ വിളിച്ചത്? ഉത്തമാന്നോ? ബലിയാടാ, അമ്മേ, ബലിയാടൻ ഇപ്പോൾ ഇവിടെ വെച്ച് മരിച്ചു. ഇത് ഉത്തമനാ, സർവോത്തമൻ. 10ാമത്തെ വയസ്സിൽ ഉള്ളിൽ കത്തുന്ന കനലുമായി ഞാനിവിടെ വന്നു. ഈ കുടുംബം ചുട്ടു വെണ്ണീറാക്കാനുള്ള അരിശവുമായി. മോനെ, പക്ഷേ അമ്മയും ധനലക്ഷ്മിയും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായപ്പോൾ, നിതീഷ് എന്നെ അംഗീകരിച്ചു തുടങ്ങിയപ്പോൾ, ഉത്തമൻ തികച്ചും ബലിയാടനായി, വിനീതനും വിധേയനുമായി. ഇനി നിനക്ക് പടിയിറങ്ങാം. ഇല്ല, അവൻ എവിടെയും പോകുന്നില്ല. അഥവാ അവൻ പടിയിറങ്ങിയാൽ കൂടെ ഞാനും മക്കളും ഉണ്ടാകും. ചിന്നു, ഭഗവത്ഗീതയിലെ 7ാമത്തെ പേജിൽ ഇവനും ഇവന്റെ അമ്മയ്ക്കും ചെലവിന് കൊടുത്ത കണക്കുണ്ട്. മറിച്ചു നോക്ക്. ഈ പരിഹാസച്ചിരി ഒന്ന് നിർത്താമോ? ഇല്ലമ്മേ, ഈ ഒരു രാരുക്കുട്ടിയുടെ ചിരിയല്ല നിർത്തേണ്ടത്. ഈ നാടിന്റെ മുക്കിലും മൂലയിലുമുണ്ട് രാരുക്കുട്ടിമാർ. അവർ ചിരിച്ചുകൊണ്ടേയിരിക്കും. സുശീല മാഷേ, എന്റെ മക്കൾ, എനിക്ക് ആരുമില്ലാതായി. സമാധാനിക്കൂ മോളെ. ലാസർ ചേട്ടനെ രക്ഷിക്കാൻ കഴിഞ്ഞു. നിതീഷ് എങ്ങും പോയിട്ടില്ല. അച്ഛന്റെ ശത്രുക്കൾ കെട്ടിയേൽപ്പിച്ച പാപത്തിന് പരിഹാരവും ചെയ്ത് തിരിച്ചെത്തി. എന്റെ മോൻ നിതീഷ് നിരപരാധിയാണ്. ചതിയിൽ മയക്കിയെടുത്ത് നിതീഷിനെയും അച്ഛന്റെ ശത്രുക്കൾ അർദ്ധപ്രാണയാക്കിയ ശ്രീലക്ഷ്മിയെയും ഒരു മുറിയിലിട്ടടച്ച് കള്ളക്കേസുണ്ടാക്കിയതാണ്. ബലിയാടാ, ഭഗവത്ഗീതയിൽ അവസാനത്തെ പേജിലുള്ളത് ശ്രീലക്ഷ്മിയുടേതാണ്. തിരുവപ്പാട് മാഷിന്റെ പണത്തിനും പലിശയ്ക്കുമുള്ള അടിയാധാരം. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയണമെന്ന് ഈ രാരിക്കുട്ടിക്ക് അറിയാം. ഈ കണക്കുകൾ ഇന്നത്തോടെ അവസാനിക്കണം. അതെ, ഇത് നശിക്കുന്നത് കണ്ടുകൊണ്ട് ഈ പാപഭൂമിയിൽ നമുക്കിനി മുതൽ പരിഹാരങ്ങൾ ചെയ്തു തുടങ്ങണം. നമ്മുടെ അച്ഛൻ്റെ പാപപരിഹാരമായി പ്രായിക്കര മനയിലേക്ക് ഈ ശ്രീലക്ഷ്മി നിതീഷിന്റെ വധുവായി കാലെടുത്ത് വെക്കട്ടെ. പെട്ടെന്ന് വാ, സുശീല മാഷാടെ കാത്തുക. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അതെ അതെ, പെട്ടെന്ന് വാ. എന്താന്ന് വെച്ചാല് നമ്മുടെ ആധാരങ്ങളൊക്കെ തിരിച്ചു വാങ്ങണം. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റും. പലിശ കൊടുത്ത് മുടിഞ്ഞു, ഒന്നും വലുതെത്തിയില്ല. ഒക്കെ കള്ളക്കണക്കാ. കള്ളക്കണക്കുകൾ കത്തിയമരട്ടെ. അഗ്നിശുദ്ധിയോടെ ഇനിയൊരു പുതുജീവിതമുണ്ടാവട്ടെ. ബലിയടാ, അകത്തു പോയി ആ ആധാരങ്ങൾ കൊണ്ടുവരൂ. അതിവർക്ക് തിരിച്ചു കൊടുക്കൂ. ഏയ് ബലിയാടാ, ബലിയാടാ, എന്താ ഇത്? അതവിടെ വെച്ചേക്ക്. അതെല്ലാം ആധാരങ്ങളാണ്. അവർ ഈട് വെച്ച ആധാരങ്ങൾ. കൊണ്ടുപോകല്ലേ ബലിയാടാ. വിട്. നിങ്ങൾ അന്യായമായി പിടിച്ചു വെച്ച ഈ ആധാരങ്ങളെല്ലാം ആ പാവങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. വിട്. വിടാനല്ലേ പറഞ്ഞത്? ബലിയാടാ, എല്ലാ ആധാരങ്ങളും അവരവർക്ക് തിരിച്ചു കൊടുത്തേക്ക്. കത്തട്ടെ. കള്ളക്കണക്കല്ലേ? അമ്മാതിരി കള്ളക്കണക്ക് ഇനി എഴുതല്ലോ. അതങ്ങ് കത്തിക്കോട്ടേനെ. അയ്യോ, എന്താ കണക്ക് പുസ്തകം? അത് കത്തിക്കല്ലേ? അയ്യോ, അത് കത്തിക്കല്ലേ? എന്താ പണം? എല്ലാ കള്ളക്കണക്കുകളും കത്തി അമരട്ടെ. എന്താ പണം? എന്റെ പലിശ കണക്ക്, എന്റെ പലിശ കണക്ക്. അയ്യോ അയ്യോ. ഈ നാടകം ഇവിടെ പൂർണ്ണമാവുന്നു. ഞങ്ങളോട് സഹകരിച്ച
എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാരന്തൂർ ചന്ദ്രചൂഡ നടനവേദിയുടെ ഹൃദയംഗവുമായ നന്ദി.